വേദപാഠ ക്ലാസുകളുടെ രണ്ടാം രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിലും തിരുവചന പഠനത്തിന് വേണ്ടി കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും സർവകൃപാലുവായ ദൈവം തന്റെ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ വേദപാഠ ക്ലാസുകൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പാഠ്യവിഷയം സങ്കേത നഗരങ്ങൾ എന്നുള്ളതാണല്ലോ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് യഹൂദ ക്രിസ്തീയ സഭയ്ക്ക് നമ്മുടെ സങ്കേതമായിരിക്കുന്ന കർത്താവിങ്കലേക്ക് ശരണത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്നൊരു അനുഭവത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന വേദഭാഗത്തെ ആധാരമാക്കി കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആലോചന നമ്മൾ ചിന്തിച്ചാരംഭിക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ കൂടെ ആ കുറിവാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കുവരുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ശരണം എന്നുള്ളത്. എന്നാൽ ഏതാണ്ട് 53 പ്രാവശ്യം പഴയ നിയമത്തിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശരണത്തിന് വേണ്ടി ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ ന്യായപ്രമാണ കാലത്ത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന സങ്കേത നഗരത്തിലേക്ക് അഭയത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്ന ഒരു സംഭവത്തെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ടാണ് വിശുദ്ധ പൗലോസ് അവിടെ ആ വാക്യം പ്രയോഗിച്ചിരിക്കുന്നത്. സങ്കേത നഗരങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവെഴുത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു പഴയ നിയമ പാഠ്യ വിഷയമാണ്. ഈ കാലങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പലരും പഠിപ്പിക്കുന്നതോ പഠിക്കുന്നതോ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ശക്തമായ പ്രേരണ തന്നതുകൊണ്ടാണ് ഈ ബൈബിൾ ക്ലാസ് ഇവിടെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവത്തിന്റെ ആത്മാവിനെ ഇടയാക്കിയത് അനുവദിച്ചത്. സങ്കേത നഗരം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏതാണ്ട് 430 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിലെ പരദേശവാസത്തിന്റെ സമാപ്തിയിൽ മോശെ മുഖാന്തരം അവിടെ നിന്ന് അവരെ വിടുവിച്ച് മിസ്രയീമിലെ രമസേസിൽ നിന്നും അവിടെ പ്രയാണം ആരംഭിച്ചു. വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ സുദീർഘമായ 40 സംവത്സരങ്ങൾ പിന്നിട്ട് ഇസ്രായേൽ മക്കളുടെ യാത്ര അതിന്റെ സമാപ്തിയിൽ ഏതാണ്ട് യോർദാന്റെ ഓരത്തോളം എത്തിച്ചേർന്നു. യോർദാന്റെ സമീപത്തുള്ള മോവാബ് സമഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ രമസേസിൽ നിന്നും അവരെ നടത്തിയതായ മഹാപുരോഹിതനായ അഹരോനും അവരുടെ ആത്മീക ആചാര്യ നേതാവുമായിരുന്ന മോശയും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇസ്രായേൽ മക്കളുടെ നേതൃത്വം മോശയുടെ സ്ഥാനത്ത് യോശുവയും അഹരോന്റെ സ്ഥാനത്ത് അവന്റെ മകനായ എലിയാസറും ഏറ്റെടുത്തു. മോവാബിന്റെ അതിരിങ്കിൽ കടന്നു വരുമ്പോൾ അവിടെ വളരെ മനോഹരമായ പുൽപ്പുറങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഗിലെയാദ് ദേശം വിസ്തൃതമായി കിടക്കുകയാണ്. അമോര്യരുടെ രാജാവായ സീഹോനും ബാശാൻ രാജാവായ ഓഗും ആധിപത്യം പുലർത്തി ഭരിക്കുന്ന പ്രദേശമാണ് ഈ ഗിലെയാദ് ദേശവും അതിന് ചുറ്റുമുള്ള യാസർ ദേശവും. മോശയുടെ നേതൃത്വത്തിൽ പടയേറ്റ് ഇസ്രായേൽ മക്കൾ അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും തോൽപ്പിച്ച് ഗിലെയാദ് ദേശവും യാസർ ദേശവും കൈവശമാക്കി. അതിനുശേഷം മോവാബി സമഭൂമിയിൽ വെച്ച് ദൈവം മോശയോട് യോർദാൻ കടന്ന് കനാൻ ദേശത്ത് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന 7 കനാന്യ ജാതികളെയും 31 രാജാക്കന്മാരെയും തോൽപ്പിച്ച്
അവിടെ ഉള്ള ജാതികളെ നിഗ്രഹിച്ച അനന്തരം അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെയും പൂജാഗിരികളെയും നീക്കിക്കളഞ്ഞിട്ട് ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണമെന്നും അവിടെ ചീട്ടിട്ട് ഓരോ ഗോത്രത്തിലുമുള്ള അംഗസംഖ്യയ്ക്ക് ഒത്തവണ്ണം ദേശം വിഭജിച്ചു കൊടുക്കണമെന്നും ചീട്ട് വീടുന്ന സ്ഥലത്ത് മാത്രം ഓരോ ഗോത്രങ്ങളും പാർക്കണമെന്നും ദൈവം മോശയോട് അരുളി ചെയ്തതിന് പ്രകാരം ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്തി. സുദീർഘമായ അനവധി യുദ്ധങ്ങൾക്ക് ശേഷം കനാൻ ദേശം പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ ഗോത്രങ്ങൾക്ക് ചീട്ടിട്ട് അവകാശം വീതിച്ചു കൊടുത്തു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 2.5 ഗോത്രങ്ങൾ ഗിലെയാദ് ദേശത്ത് യോർദാന്റെ കിഴക്ക് അവകാശം പ്രാപിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. നമുക്ക് ഈ ചാർട്ടിൽ യോർദാനെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ കിഴക്ക് മനോഹരമായി പുൽപ്പറങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഗിലെയാദ് ദേശത്ത് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും അവർ അവകാശം പ്രാപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആടുമാടുകൾ ധാരാളമുണ്ട്, കന്നുകാലികൾ ധാരാളമുണ്ട്. ഈ ഗിലെയാദ് ദേശം എന്ന് പറയുമ്പോൾ പുൽപ്പുറങ്ങൾ ഉള്ളതാണ്. ഞങ്ങളുടെ ആടുമാടുകളെ മേയിക്കുവാൻ കൊള്ളാവുന്ന ദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കനാൻ ദേശത്ത് അവകാശം വേണ്ട, ഞങ്ങൾക്ക് യോർദാന്റെ കിഴക്ക് ഈ ഗിലെയാദ് ദേശത്ത് അവകാശം മതി എന്ന് മോശയോട് അവർ ആവശ്യപ്പെട്ടതിന് പ്രകാരം യോശുവ കനാൻ ദേശം കീഴടക്കി കഴിഞ്ഞിട്ട് ഈ 2.5 ഗോത്രത്തിന് ഗിലെയാദ് ദേശത്ത് അവകാശം ചീട്ടിട്ട് വീതിച്ചു കൊടുത്തു. ബാക്കി 9.5 ഗോത്രത്തിന് കനാൻ ദേശത്ത് അവകാശം ചീട്ടിട്ട് വീതിച്ചു കൊടുത്തു. പക്ഷേ ലേവി ഗോത്രത്തിന് അവരുടെ ഇടയിൽ അവകാശം ലഭിച്ചില്ല. ലേവി ഗോത്ര തലവന്മാർ ഈ സന്ദർഭത്തിൽ യോശുവയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, പണ്ട് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പാർക്കുവാൻ 48 പട്ടണങ്ങൾ തരാമെന്ന്, അതിന്റെ പുൽപ്പുറങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്കും ആടുപാടുകളും കന്നുകാലികളൊക്കെ ഉണ്ട് എന്ന് യോശുവയോട് പറഞ്ഞപ്പോൾ യോശുവ ഇസ്രായേൽ ഗോത്ര പ്രഭുക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അവകാശ ദേശത്ത് നിന്നും നിങ്ങളുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങൾ ലേവ്യർക്ക് 48 പട്ടണങ്ങളെ വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. പട്ടണങ്ങളും അതിന്റെ പുൽപ്പുറങ്ങളും വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. പുൽപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പട്ടണത്തിന്റെ അതിർത്തിയിൽ നിന്നും അതിന്റെ മതിലിൽ നിന്നും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും 2000 മുഴം ചുറ്റളവിലുള്ളതാണ് ഒരു പട്ടണത്തിന്റെ പുൽപ്പുറം എന്ന് പറഞ്ഞിരിക്കുന്നത്. യോശുവ പറഞ്ഞതിന് പ്രകാരം 48 പട്ടണങ്ങൾ ഈ യോർദാന്റെ കിഴക്കും പടിഞ്ഞാറും എന്ന് വെച്ചാൽ ഗിലെയാദ് ദേശത്തും കനാൻ ദേശത്തുമായിട്ട് ലേവി ഗോത്രത്തിന് വിട്ടുകൊടുത്തു. ലേവി ഗോത്രത്തിന് വിട്ടുകൊടുത്തതായ 48 പട്ടണങ്ങളിൽ യോർദാന് കിഴക്കുള്ളതായ 3 പട്ടണങ്ങളെയും യോർദാന് പടിഞ്ഞാറുള്ള 3 പട്ടണങ്ങളെയും വേർതിരിച്ച് അവയ്ക്ക് സങ്കേത നഗരങ്ങൾ എന്ന് പേരിട്ടു. അങ്ങനെ 6 സങ്കേത നഗരങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിൽ 3 പട്ടണങ്ങൾ യോർദാന് കിഴക്ക് ഗിലെയാദ് ദേശത്താകുന്നു. നമുക്ക് ആ ചിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് കേദേസ്, രണ്ടാമത് ശേഖേം, മൂന്നാമത് ഹെബ്രോൻ. ഈ 3 പട്ടണങ്ങൾ ഗിലെയാദ് ദേശത്ത് അവർക്കുള്ളതായ സങ്കേത നഗരങ്ങളായിരുന്നു. എന്നാൽ കനാൻ ദേശത്തും അവർക്ക് 3 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. കനാൻ ദേശത്തുള്ള സങ്കേത നഗരങ്ങളാകുന്നു ഇവിടെ ചിത്രത്തിൽ കാണുന്നവരെ ബേസർ, രണ്ടാമത് രാമോത്ത്, മൂന്നാമത് ഗോലാൻ. 6 പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ എന്ന് ചോദിച്ചാൽ, അബദ്ധവശാൽ ഒരുത്തനെ കൊല ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവന്റെ ഏറ്റവും അടുത്തതായ ഒരു ബന്ധുവിന് ഈ കൊല ചെയ്തവനെ കൊല്ലുവാനുള്ള അവകാശമുണ്ട്. അവന് രക്തപ്രതികാരകൻ എന്നാകുന്നു പറയുന്നത്. ഈ രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ പിന്തുടർന്ന് കൊല്ലാതിരിക്കുവാൻ അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയി കഴിഞ്ഞാൽ മഹാപുരോഹിതന്റെ മുൻപാകെ ന്യായവിസ്താരത്തിന് വരുന്നതിന് മുമ്പ് അവൻ കൊല്ലപ്പെടാതിരിക്കുവാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ വേർതിരിക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു സങ്കേത നഗരങ്ങൾ. ഈ സങ്കേത നഗരങ്ങൾ 6 പട്ടണങ്ങളിൽ ഓടിച്ചെന്നവർക്ക് അഭയം പ്രാപിക്കാം. അബദ്ധവശാൽ ബൈ ചാൻസിൽ കഴിഞ്ഞ രാത്രി അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചു. അബദ്ധവശാൽ ഒരു കയ്യബദ്ധം പറ്റി ഒരുത്തനെ കൊണ്ടുപോയി.
രക്തപ്രതികാരകനാകുന്ന അവന്റെ അടുത്ത ബന്ധു ഇവനെ കൊല്ലാതിരിക്കാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ വേണ്ടി വേർതിരിച്ച പട്ടണങ്ങളാകുന്നു സങ്കേത നഗരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടണത്തിനകത്ത് ഒരുത്തൻ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ കൊല്ലുവാൻ രക്തപ്രതികാരകന് സാധിക്കത്തില്ല. ഈ പട്ടണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുന്നുവെന്ന് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു. രക്തപ്രതികാരകനായ സാത്താൻ നമ്മെ വിഴുങ്ങിക്കളയുവാൻ, നശിപ്പിക്കുവാൻ നമ്മുടെ പിന്നാലെ ചുറ്റി നടക്കുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനും മറഞ്ഞിരിക്കുവാനും ഒരു സങ്കേതമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കഴിഞ്ഞ രാത്രി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ 6 പട്ടണങ്ങൾ, സങ്കേത നഗരങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന സങ്കേതത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ഈ 6 പട്ടണങ്ങൾ കൂടാതെ 7ാമത് ഒരു സങ്കേതമുണ്ടായിരുന്നു. അതും കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഈ 6 പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരുത്തന് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ 7ാമതൊരു സങ്കേതമുണ്ട്. അത് ആലയത്തിലെ യാഗപീഠമാണ്. ആലയത്തിലെ യാഗപീഠത്തിൽ ചെന്നിട്ട് യാഗപീഠത്തിന്റെ കൊമ്പിൽ അവൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കൊല്ലുവാൻ വ്യവസ്ഥയില്ല. പക്ഷെ അവൻ മനഃപൂർവ്വമായിട്ട് കൊന്നിട്ടാണ് യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചതെങ്കിൽ അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വന്ന് അവനെ കൊല്ലാം. പക്ഷെ അബദ്ധവശാൽ ഒരു അബദ്ധം പറ്റി ഒരുത്തിനെ കൊണ്ടുപോയി സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അവൻ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെടാം. കഴിഞ്ഞ രാത്രി വിശദമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ഈ യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അത് വെളിപ്പെടുത്തി കാണിക്കുന്നുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു. ആകയാൽ നമുക്ക് രക്തപ്രതികാരകനായ സാത്താൻ, ദുഷ്ടനായ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോകാതെ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ നമുക്ക് ഒരു സങ്കേതമുണ്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കണം. 2ാമത് നമുക്കൊരു സങ്കേതമുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശ്. ആ യാഗപീഠത്തിൽ നമുക്ക് ഒരു അഭയമുണ്ട്. ഒരു ശത്രുവിനും ആ യാഗപീഠത്തിൽ കടന്നു വന്ന് നമ്മെ തൊടുവാൻ സാധിക്കത്തില്ല. പ്രാരംഭമായി കഴിഞ്ഞ രാത്രി ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് 2ാമത് നമ്മൾ ചിന്തിച്ചത് ഈ സങ്കേത നഗരത്തെ സംബന്ധിക്കുന്ന 7 പൊതുവായ വ്യവസ്ഥകൾ ഉണ്ടെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ പ്രാരംഭമായ 4 വ്യവസ്ഥകളാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. സങ്കേത നഗരത്തിന്റെ 1ാമത്തെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ, കൊല ചെയ്തവന് മാത്രമേ സങ്കേത നഗരത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. 1-2 എക്സാമ്പിൾ ഞാൻ ഓർപ്പിച്ചു. 2 പേര് മരം വെട്ടുവാൻ പോയി. കോടാലി ഊരി സ്നേഹിതന്റെ ദേഹത്ത് വീണു. യാദൃച്ഛികമായി മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ കോടാലി വെച്ച് ഓങ്ങി വെട്ടിക്കൊണ്ടിരുന്നവൻ ഓടിച്ചെന്ന് സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കണമായിരുന്നു. കരുതാതെ വല്ലതും കയ്യിൽ വെച്ച് എറിഞ്ഞു, ഒരു ഇരുമ്പായുധം എടുത്ത് എറിഞ്ഞു, ഒരുത്തന്റെ ദേഹത്ത് കൊണ്ട് ചത്തുപോയി. പെട്ടെന്ന് അവൻ ഓടി അഭയം പ്രാപിക്കുവാൻ സങ്കേത നഗരത്തിൽ ചെല്ലണമായിരുന്നു. ന്യായപ്രമാണത്തിൽ അബദ്ധവശാൽ കൊല ചെയ്തവന് മാത്രമേ സങ്കേത നഗരത്തിൽ അവന് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ രാത്രി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഈ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സങ്കേതമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിങ്കൽ അല്ലെങ്കിൽ നസ്രായിന്റെ കാൽവറിയിൽ ലോകത്തിൽ ഏതൊരു പാപിക്കും പ്രവേശനമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. കർത്താവ് യേശുക്രിസ്തുവിങ്കലേക്ക് അഭയത്തിന് വേണ്ടി ഒരു വ്യക്തി ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ദൈവം തന്റെ പുറമയിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിന് തിരുവെടുത്ത് പറയുന്നു അറിയായ്മയുടെ കാലം എന്ന് പറയുകയാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കാതെ ദൈവം തന്റെ പുറമയിൽ നമ്മുടെ മുൻകഴിഞ്ഞ സകല പാപങ്ങളെയും ക്ഷമിച്ചിട്ട് അവന്റെ ദയോടെ കൈക്കൊള്ളുന്നു എന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 2ാമത് ഈ സങ്കേത നഗരത്തിന്റെ പൊതു തത്വം എന്ന് പറയുമ്പോൾ ഈ പട്ടണത്തിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശികൾക്കും എന്ന് വേണ്ട അവിടെ ഓടി വരുന്ന സകലർക്കും അത് ഒരു സങ്കേതമായിരുന്നു. ഇസ്രായേൽ മക്കൾക്കും വന്നു പാർക്കുന്നവർക്കും പരദേശികൾക്കും എല്ലാവർക്കും സങ്കേത നഗരത്തിൽ അഭയമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, അവിടെ ഇടയിൽ വന്നു പാർക്കുന്നവർക്കും പരദേശികൾക്കും
അബദ്ധത്തിൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഓടി സങ്കേതനഗരത്തിൽ ചെല്ലാമായിരുന്നു. കഴിഞ്ഞ രാത്രി അതിനെക്കുറിച്ച് നമ്മളും വിശദമായി ചിന്തിച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിങ്കലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെയാകുന്നുവെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാകുന്നുവെന്നും അങ്ങനെ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ഒരൊറ്റ ശരീരമായി തീരുവാൻ ഒരേ ആത്മാവിൽ സ്നാനമേറ്റുവെന്നും ഒരേ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തു. അങ്ങനെ നാം എല്ലാവരും ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു എന്നതിനെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മൂന്നാമത്, ഈ സങ്കേതനഗരത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സങ്കേതനഗരത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ വിശാലമായ ഒരു വെട്ടുവഴി ഉണ്ടായിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ വഴിക്ക് ചില വ്യവസ്ഥകളുണ്ട്. ഏതാണ്ട് 32 മുഴം വീതി അതിനുണ്ടായിരിക്കണം. ഒരു സങ്കേതനഗരത്തിൽ നിന്ന് മറ്റൊരു സങ്കേതനഗരത്തിലേക്കുള്ള പരമാവധി അകലം 30 മൈൽ മാത്രമേ ആകാവൂ. ഈ സങ്കേതനഗരത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇടയിൽ വല്ല തോടുകളോ നദികളോ ഉണ്ടെങ്കിൽ പാലം കെട്ടി ഉറപ്പിക്കണമായിരുന്നു. ഈ പോകുന്ന വഴി എവിടെങ്കിലും വളവോ തിരിവോ ഉണ്ടെങ്കിൽ അവിടെ ഒരു കൈചൂണ്ടി നാട്ടിയിട്ട് അഭയം എന്ന് എഴുതി വെക്കണമായിരുന്നു. ഒരുത്തർ സങ്കേതനഗരത്തിലേക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ ന്യായപ്രമാണം അഭ്യസിക്കുന്ന 2 നിയമവിദ്യാർത്ഥികൾ ഇവന്റെ പിന്നാലെ ഓടി അവനെ സഹായിക്കണമായിരുന്നു എന്നും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇത് ആത്മീയമായി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെല്ലുവാൻ നമുക്കൊരു വഴിയുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. തിരുവെടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ അഭയത്തിന് വേണ്ടി ഓടിച്ചെല്ലുവാൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ വഴി എന്ന് വെച്ചാൽ കാൽവറിയിൽ അവന്റെ ദേഹമെന്ന് തിരശ്ശീല 2 പിളർന്ന് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ജീവനുള്ള ആ വഴിയിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാം എന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. അവസാനമായി നമ്മൾ ചിന്തിച്ചത്, ഒരുത്തൻ സങ്കേതനഗരത്തിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പട്ടണത്തിൽ ചാടി കയറരുത്. മറിച്ച് പട്ടണത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പട്ടണ മൂപ്പന്മാരോട് തുറന്നു പറയണം. അത്രയും ചിന്തിച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പട്ടണത്തിന്റെ മൂപ്പനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ പട്ടണത്തിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഈ 4 വിഷയങ്ങൾ ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ രാത്രിയിലെ ബൈബിൾ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി ഈ സങ്കേതനഗരത്തെ സംബന്ധിക്കുന്ന പൊതുതത്വങ്ങളിൽ ഒരു 3 വിഷയം കൂടെ ചിന്തിച്ചിട്ട് ഈ പട്ടണങ്ങൾ എന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. സങ്കേതനഗരത്തെ സംബന്ധിക്കുന്ന 5ാമത്തെ പൊതുതത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സങ്കേതനഗരത്തിൽ ഒരുത്തന് അഭയം തേടിക്കഴിഞ്ഞാൽ അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്ത മഹാപുരോഹിതന്റെ മരണം വരെ അവൻ ആ സങ്കേതനഗരത്തിൽ പാർക്കണം. മഹാപുരോഹിതന്റെ മരണശേഷം അവന് സ്വതന്ത്രനായി പുറത്തേക്ക് വരുവാൻ സാധിക്കും. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരുത്തൻ സങ്കേതനഗരത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്ത മഹാപുരോഹിതന്റെ മരണം വരെ അവൻ ആ സങ്കേതനഗരത്തിൽ പാർക്കണം. മഹാപുരോഹിതന്റെ മരണശേഷം ഇവന് സങ്കേതനഗരം വിട്ട് പുറത്തു പോകാം. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാട്ടെ. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ, അടുത്തത് അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ, അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിന്റെ ശേഷം കൊല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തന്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 25-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 35-ന്റെ 25-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്ത മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. അതിനുശേഷം അവന് സ്വതന്ത്രനായി പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാം.
സങ്കേതനഗരത്തിൽ ഒരുത്തന് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അന്നുള്ള മഹാപുരോഹിതന്റെ ജീവകാലത്തൊക്കെയും അവനവിടെ പാർത്തേ മതിയാവത്തുള്ളൂ. മഹാപുരോഹിതൻ മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വതന്ത്രനായി പുറത്തേക്ക് പോകാം. ഇതായിരുന്നു വ്യവസ്ഥ. ഇവിടെ നമ്മൾ ആത്മീകമായി ഈ വിഷയത്തെ പഠിക്കുമ്പോൾ നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുന്നു. പക്ഷെ നമുക്കും ഒരു മഹാപുരോഹിതനുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, വിശുദ്ധ മന്ദിരത്തിന്റെയും മനുഷ്യനല്ല ദൈവം തന്നെ സ്ഥാപിച്ച, വായിച്ചാട്ടെ, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. പ്രിയാണി മക്കളെ, നമുക്കും ഒരു മഹാപുരോഹിതനുണ്ട്. സ്വർഗത്തിൽ സത്യകൂടാരത്തിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. ഈ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ സത്യകൂടാരത്തിൽ അവൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാപുരോഹിതനായിട്ട്. എന്താണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. റോമാലേഖനം 8-ന്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, വായിച്ചാട്ടെ. ക്രിസ്തേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അടുത്തത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അടുത്തത്, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രത്യേകത, അവൻ മരിച്ചവൻ, അതുകൊണ്ട് അവസാനിച്ചില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സത്യകൂടാരത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു, എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പുത്രനായ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? എബ്രായ ലേഖനം 7-ന്റെ 25-ലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തിരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സദാ ജീവിച്ചിരുന്ന് പക്ഷപാതം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്? താൻ മുഖാന്തരമായി, താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കണം എന്ന് വെച്ചാൽ അവരിൽ ആരംഭിച്ചിരിക്കുന്ന രക്ഷയുടെ പ്രവൃത്തി അതിന്റെ പൂർണ്ണതയിൽ കൊണ്ടുവരണം. എന്താണ് രക്ഷയുടെ പ്രവൃത്തി പൂർണ്ണതയിൽ കൊണ്ടുവരുന്നത്? അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെങ്കിലാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് വിശ്വാസത്തിന്റെ ആദ്യത്തിലുള്ള ആത്മരക്ഷയും, 2 വിശ്വാസത്തിന്റെ അന്ത്യമായ ആത്മരക്ഷയുമുണ്ട്. വിശ്വാസത്തിന്റെ അന്ത്യമായ ആത്മരക്ഷ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ നമ്മൾ പ്രാപിക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടും. ഈ ലോകത്തിൽ വെച്ച് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നുണ്ട്. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നു, അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നു, അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നു, വ്യർത്ഥമായ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു, പാതാളത്തിന്റെ അധീനതയിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. ഇത്രയും വീണ്ടെടുപ്പുകൾ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി തീരുന്നത് കർത്താവിന്റെ വരവിലാണ്. എപ്പോൾ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ നമ്മൾ പ്രാപിക്കുമ്പോൾ. ആ ഒരു പുത്രത്വത്തിലേക്ക് ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ളതാക്കി തീർത്ത്, ഈ പ്രാകൃതമായ ശരീരം തേജസ്സുള്ളതാക്കി തീർത്ത്
ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കുന്നിടം വരെയും സ്വർഗത്തിൽ സത്യകൂടാരത്തിൽ നമുക്ക് സദാ ജീവിച്ചിരിക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. അവൻ നമുക്ക് വേണ്ടി നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ സദാ നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഈ അവസ്ഥയിൽ നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ ജീവിതത്തിന്റെ തികവ് കൊണ്ടോ അല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഇടിവൽ നിൽക്കുവാൻ സ്വർഗത്തിൽ ഒരുത്തനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നതായ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് 3 സംവത്സരമായി ഫലം തിരഞ്ഞു നോക്കുന്നു, ഒന്നും കാണുന്നില്ല. തോട്ടക്കാരൻ പറയുന്നു അത് വെട്ടിക്കളയുവാൻ. പക്ഷേ ആ തോട്ടത്തിന്റെ പരിചാരകൻ പറയുകയാണ്, ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവടൊന്ന് കിളച്ച് വളമിട്ട് നോക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ. പ്രിയ മക്കളെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ വെട്ടിക്കളഞ്ഞ ദൈവത്തിന്റെ തീഷ്ണത എത്രയോ സന്ദർഭങ്ങളിൽ എന്നെയും നിങ്ങളെയും വെട്ടിക്കളയുവാൻ തീരുമാനിച്ചപ്പോൾ, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, ഞാൻ ചുവട് ഒന്ന് കിളച്ച് വളമിട്ട് നോക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ സത്യകൂടാരത്തിൽ ഇടിവിൽ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സദാ ജീവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ സദാ ചൊരിയുവാനിടയായി തീർന്നത്. ആകിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. പക്ഷെ ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത ന്യായപ്രമാണത്തിലെ മഹാപുരോഹിതനെ പോലെ അല്ല. ന്യായപ്രമാണത്തിലെ മഹാപുരോഹിതൻ അഹരോൻ മരിച്ചു, പകരം എലയാസർ പൗരോഹിത്യം ഏറ്റെടുത്തു. പക്ഷെ നമുക്കുള്ള സ്വർഗത്തിലെ മഹാപുരോഹിതൻ മരണമില്ലാത്തവനാണ്. അവൻ സദാ ജീവിക്കുന്ന പുരോഹിതനാണ്. അവന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് നിത്യ പൗരോഹിത്യമാണ്. 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. വായിച്ചാട്ടെ. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രത്യേകത മരണത്താൽ അഴിഞ്ഞു പോകുന്ന പൗരോഹിത്യമല്ല യേശുവിന്റെ പൗരോഹിത്യം. എന്ന് വെച്ചാൽ മരണത്തെ ജയിച്ച് പൗരോഹിത്യം ഏറ്റെടുത്ത കർത്താവ് യേശുക്രിസ്തു മരണമില്ലാത്തവനായ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് അവൻ എന്നേക്കും മഹാപുരോഹിതനാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി മക്കളെ, കർത്താവ് യേശുക്രിസ്തു നിത്യ മഹാപുരോഹിതൻ, ന്യായപ്രമാണത്തിലെ മഹാപുരോഹിതൻ, മരണത്തിന് വിധേയനായ മഹാപുരോഹിതൻ. അപ്പോൾ സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മഹാപുരോഹിതൻ മരിക്കുന്നതോടുകൂടെ പട്ടണത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകാം, അവന് സ്വാതന്ത്ര്യമായി ജീവിക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അഭയമാകുന്ന സങ്കേതമായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു സർവശക്തനായ ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ ഈ സങ്കേത നഗരം വിട്ട് പുറത്തു പോകുവാൻ സാധിക്കത്തില്ല. കാരണം ഇവിടുത്തെ മഹാപുരോഹിതൻ മരിക്കുന്നില്ല. മഹാപുരോഹിതൻ മരിച്ചായിരുന്നെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ സാധിക്കും. നമ്മുടെ മഹാപുരോഹിതൻ മരണമില്ലാത്ത മഹാപുരോഹിതൻ. അവൻ നിത്യ മഹാപുരോഹിതനാകുന്നത് കൊണ്ട് ദൈവത്തിങ്കൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തി അവൻ മരണപര്യന്തം അവന്റെ ജീവിതത്തിൽ വിശ്വസ്തനായി കാണപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ മരിക്കുന്നതല്ലാതെ മഹാപുരോഹിതൻ ഒരിക്കലും മരിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിങ്കൽ അഭയം പ്രാപിച്ച ഒരുത്തൻ, ക്രൂശിൽ അഭയം കണ്ടെത്തിയ ഒരുത്തൻ, അവൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. അതാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്മുർന്നയിലെ സഭയോട് പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ആകയാൽ വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കളെ, ഈ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ ദൈവമക്കളെ, ദൈവത്തിങ്കിൽ അഭയം കണ്ടെത്തിയ ദൈവമക്കളെ, കാൽവറിയിലെ യാഗപീഠത്തിന്റെ കൊമ്പിൽ രക്ഷ കണ്ടെത്തിയ ദൈവമക്കളെ, തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി സദാ ജീവിക്കുന്നൊരു മഹാപുരോഹിതനുണ്ട്. ആകയാൽ നീ ദൈവത്തിന്റെ സന്നദ്ധിയിൽ മരണപര്യന്തം വിശ്വസ്തനായി കാണപ്പെടേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദ്യ വിശ്വാസം എവിടം വരെ പിടിക്കണം?
അവസാനത്തോളം മുറുകെ പിടിക്കണം. വായിച്ചാട്ടെ, ഹെബ്രായ ലേഖനം 3:14 വാക്യം വായിച്ചു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. പങ്കാളി എന്ന് വെച്ച ക്രിസ്തുവിൽ പങ്കാളി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം, സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ സകലത്തിലും പങ്കാളിയായി തീരണമെന്നുണ്ടെങ്കിലേ ആദ്യ വിശ്വാസം മാത്രം പോരാ. ആദ്യ വിശ്വാസം എവിടം വരെ പിടിക്കണം? അവസാനത്തോളം മുറുകെ പിടിക്കണം. പക്ഷേ ദുഃഖത്തോടെ പറയാം, പലപ്പോഴും ഇത് സാധിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുമോ? പലർക്കും ആദ്യ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, വിശ്വാസത്തിന്റെ ആരംഭത്തിലൊക്കെ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവരുടെ ആദ്യ വിശ്വാസം കുറഞ്ഞ് 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 നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രതിഫലം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല, കിരീടം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല, രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുവാൻ സാധിക്കത്തില്ല. രക്ഷയുടെ പൂർത്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം, മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് എഫെസോസിലെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി പറയുന്നു, ഒരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. എന്താണ് നിന്നെ കുറിച്ച് പറയാനുള്ള കുറവ്? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അത് വായിച്ചാട്ടെ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ചൊരു കുറ്റം എനിക്ക് പറയുവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആദ്യ സ്നേഹം വിട്ടുകളയുന്നവരായി തീരരുത്. ആദ്യ സ്നേഹം അവസാനത്തോളം മുറുകെ പിടിക്കണം. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ആദ്യ സ്നേഹത്തെ കുറിച്ച് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർപ്പിക്കുന്നു. അവിടെ പറയുകയാണ്, നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച നാളിലെ നിന്റെ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന് നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ആ സ്നേഹം ഞാനിപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ അതില്ല. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വേദപാഠ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവാകുന്ന സങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ, പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. മരണമില്ലാത്ത നിത്യ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ മരണപര്യന്തം വിശ്വസ്തരായി നമുക്ക് ജീവിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാം. ആദ്യ സ്നേഹത്തിൽ അവസാനത്തോളം നിലനിൽക്കുന്നവരായി തീരാം. ആദ്യ പ്രതിഷ്ഠയിലേക്ക് നമ്മുടെ ജീവിതത്തെ മടക്കി വരുത്തുന്നവരായി തീരാം. കാരണം സങ്കേതനഗരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരുത്തൻ മഹാപുരോഹിതന്റെ മരണം വരെ അവിടെ പാർത്തേ മതിയാവത്തുള്ളൂ. നമ്മുടെ മഹാപുരോഹിതൻ മരണമില്ലാത്ത മഹാപുരോഹിതൻ. വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകട്ടെ. സങ്കേതനഗരത്തെ സംബന്ധിക്കുന്ന 6-ാമത്തെ പ്രമാണത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സങ്കേതനഗരത്തിന്റെ 6-ാമത്തെ പ്രമാണം എന്ന് പറയുന്നത്, സങ്കേതനഗരത്തിൽ ഒരുത്തൻ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകരുത്. അങ്ങനെ വ്യവസ്ഥയുണ്ട്. സങ്കേതനഗരത്തിൽ ഒരുത്തൻ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിർത്തി വിട്ട് അവൻ പുറത്തു പോകരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, അവൻ സങ്കേതനഗരത്തിൽ കയറുമ്പോഴും ഈ രക്തപ്രതികാരകൻ കറങ്ങി പുറത്ത് നടക്കുന്നുണ്ടായിരിക്കും. അവൻ നീ എപ്പോഴെങ്കിലും ഇറങ്ങി പാടാ നട്ടാന്നും പറഞ്ഞ് രക്തപ്രതികാരകർ ഇങ്ങനെ സമയം കാത്ത് പട്ടണത്തിന്റെ പുറത്ത് നടക്കുമ്പോഴായിരിക്കും അവൻ പതുക്കെ പുറത്തിറങ്ങി ഒന്ന് കറങ്ങാന്ന് പറഞ്ഞു വരുമ്പോഴായിരിക്കും രക്തപ്രതികാരകൻ ഇവിടെ കാണുന്നത് അവനെ തട്ടും. അപ്പൊ വ്യവസ്ഥയുണ്ട്, സങ്കേതനഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകരുത്. കാരണം നീ പുറത്തു പോയാൽ രക്തപ്രതികാരകൻ നീ കൊന്നാൽ കുറ്റം നിന്റെ മേലിരിക്കും. സങ്കേതനഗരത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ വായിക്കാം. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്തു വെച്ച് കണ്ട് രക്തപ്രതികാരൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ മക്കളെ മനസ്സിലാക്കിക്കോ. സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ച ഒരുത്തൻ അതിന്റെ അതിർത്തി വിട്ട് ഒരിക്കൽ പോലും പുറത്തു പോകരുത്. കാരണം നീ അതിർത്തി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഒടുക്കിക്കളയുവാൻ ഒരു പിശാച്, ഒരു സാത്താൻ പുറത്തു നിൽപ്പുണ്ട്. പ്രിയ മക്കളെ, ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. ഈ കോട്ടയ്ക്കകത്ത് നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഈ കോട്ട വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ, പ്രിയാടിയവ ഇതിലേ നിന്നെ ഒടുക്കിക്കളയുവാൻ രക്തപ്രതികാരകൻ പുറത്ത് കാവൽ നിൽപ്പുണ്ട്. ആകയാൽ സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ച ഒരുത്തൻ, ഇതിനൊരു അതിർത്തിയുണ്ട്, അതിർത്തി വിട്ട് ഒരിക്കലും പുറത്തേക്ക് പോകരുത്. എന്ന് വെച്ചാൽ ആത്മീകമായി ഈ വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വിശുദ്ധ പൗലോസ് ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും, വായിച്ചാട്ടെ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ, ഈ സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചമുണ്ടായി, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു, ഇരുട്ട് മാറ്റപ്പെട്ടു, പ്രകാശനം ലഭിച്ചു. സ്വർഗീയ ദാനം. എന്താണ് സ്വർഗീയ ദാനം? രക്ഷ സ്വർഗീയ ദാനമാണ്. കൃപ സ്വർഗീയ ദാനമാണ്. കർത്താവ് യേശുക്രിസ്തു സ്വർഗീയ ദാനമാണ്. പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ സ്വർഗീയ ദാനമാണ്. പരിശുദ്ധാത്മാവ് സ്വർഗീയ ദാനമാണ്. ആകയാൽ ഒരിക്കൽ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചു, വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നപ്പോൾ അവിടെ വെച്ച് ഒരിക്കൽ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയ ദാനങ്ങളൊക്കെ ആസ്വദിച്ചു, ദൈവത്തിന്റെ നല്ല വചനങ്ങളൊക്കെ പഠിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രാപിച്ചു. അടുത്തത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, എന്ന് വെച്ചാൽ ഉയർപ്പിക്കുന്ന ശക്തിയും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഈ അഭിഷേകവും ആത്മനിർഭവും കൃപാവരങ്ങളും ദൈവത്തിന്റെ വചനവും ഈ രക്ഷയും ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞ ഒരുത്തൻ ഈ സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തുപോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ, അവനെ പിന്നെ മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ കഴിവുള്ളതല്ല. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളാണ് മുളയിക്കുന്നതെങ്കിൽ അത് നല്ല കാര്യമാണ്, അനുഗ്രഹമാണ്. പക്ഷേ മുള്ളും ഞെരിഞ്ഞലും വീണ്ടും വീണ്ടും മുളപ്പിച്ചാലോ? എത്രയോ പ്രസംഗങ്ങൾ കേട്ടു. പക്ഷേ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ, കർത്താവിന്റെ ശുശ്രൂഷകന്, ഞങ്ങൾ അവന്റെ കൂട്ടുവേലക്കാരായി കൃഷി ചെയ്യുന്നു. എത്രയോ മാരി, എത്രയോ മഴയെന്ന് പറയുമ്പോൾ ആവർത്തന പുസ്തകം 32-ന്റെ 2-ാം വാക്യം, ദൈവത്തിന്റെ ഉപദേശം മഴ പോലെ, അവന്റെ വചനം മാരി പോലെ പെയ്തിറങ്ങി. എത്രയോ ശ്രേഷ്ഠരായ വിശുദ്ധന്മാരിലൂടെ എത്രയോ വചനങ്ങൾ കേട്ടവരാണ്, എത്രയോ ഉപദേശങ്ങൾ പഠിച്ചവരാണ്. പലപ്പോഴും പെയ്ത മഴയെല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണെങ്കിലേ എന്തിനു കൊള്ളാം? അത് ചുട്ടുകളയുവാനേ കൊള്ളത്തുള്ളൂ, ശാപത്തിനടുത്തതായി തീരത്തേ ഉള്ളൂ. പക്ഷെ ഈ വചനങ്ങളും ഉപദേശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ട് കൃഷി ചെയ്യുന്നവന് ഹിതകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നിട്ട് എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, എത്രയോ മഴ കുടിച്ചു. ഞാൻ കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളാണ്, ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹിതകരമായ സസ്യാദികൾ, ഫലങ്ങൾ പുറപ്പെടുവിക്കണം, ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കണം, നീതിയുടെ ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം, സത്യത്തിന്റെ ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അങ്ങനെ നല്ല ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. മറിച്ച് മുള്ളും ഞെരിഞ്ഞലും, എന്ന് വെച്ചാല് മുള്ളിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അത് പിടിച്ചു കുത്തിക്കളയും. ഞെരിഞ്ഞലിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ എന്താ? ഇന്ന് എത്രയോ പേർ സഭകളിൽ മുള്ളും ഞെരിഞ്ഞലുമായിട്ട് ഇരിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിത്തോട്ടത്തിലോട്ട് കയറാൻ പറ്റത്തില്ല, കാലം കയറി ചുറ്റിക്കളയും. എന്തോ ഒരു പാടാണെന്നറിയാമോ? ചില കൃഷിസ്ഥലങ്ങളൊക്കെ പൊയ്ക്കഴിഞ്ഞാല് വേലക്കാർക്ക് ഭയങ്കര പ്രയാസം. കാര്യം മുള്ളും ഞെരിഞ്ഞിലും വളർന്നു കിടക്കി. എത്രയോ മഴ കുടിച്ചു, പക്ഷേ വിളയുന്നത് മുള്ളും ഞെരിഞ്ഞിലും. ശാപത്തിനടുത്തതേ ഉള്ളൂ. അവസാനം തമ്പുരാൻ അതിനെ ചുട്ടുകളയും. എന്നാൽ ഇതൊക്കെ കുടിച്ചിട്ട് ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണം. ഈ രക്ഷയെ കണ്ടെത്തി, ഈ സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ചു, ഈ നല്ല വചനങ്ങളൊക്കെ പഠിച്ചു, ഈ അഭിഷേകവും പ്രാപിച്ചു, ഈ കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചിട്ട്, പ്രിയ സഹോദരി സഹോദരന്മാരെ, സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകരുത്. പിന്നീട് മാനസാന്തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. ഇതാരാണ് ഈ പുറത്തു പോകുന്നത് അറിയാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറി. വായിച്ചാട്ടെ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും
വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. ശ്രദ്ധിക്കണം, ആരാണ് പിന്മാറുന്നത് എന്ന് വെച്ചാൽ സംഖ്യാനഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകുന്ന ആരെന്നറിയാമോ? ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നവരാ. ആരും ദൈവകൃപ വിട്ട് പിന്മാറും. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കൽ പോലും പിന്മാറി പോകത്തില്ല. അവൻ സംഖ്യാനഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകത്തില്ല. പക്ഷേ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ പിന്മാറി. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? പിന്മാറുക മാത്രമല്ല, പിന്നീട് ഈ പുള്ളി ചെയ്യുന്നത് അവനിൽ കയ്പുള്ള വേരുകൾ മുളയ്ക്കും. എന്ന് വെച്ചാൽ എല്ലാവരോടും കയ്പ്, നടത്തിപ്പുകാരോട് കയ്പ്, മേൽനടത്തിപ്പുകാരോട് കയ്പ്, കൂട്ടുവിശ്വാസികളോട് കയ്പ്, എല്ലാവരോടും കയ്പ. കയ്പുള്ളവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ടതെല്ലാം പിന്നെ കയ്പായിരിക്കും. ഒരു കാഞ്ഞിരത്തിന്റെ കുരുടുത്ത് വായിലോട്ട് വെച്ച് നോക്കിയാട്ടെ, ചുണ്ടും കഴിക്കും നാവും കഴിക്കും എന്ന് വെച്ചാൽ കയ്പ് പിന്നെ മാറത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കയ്പുള്ള വേര് മുളയ്ക്കുകയാണ്. കയ്പുള്ള വേര് മുളച്ചാല് ഒരാളില്ല കയ്പുള്ള വേര് മുളയ്ക്കുന്നത്. അവിടെ പറയുന്നു, വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി. ഒരാളിൽ കയ്പുള്ള വേര് മുളയ്ക്കും, ഒരാളാ കലക്കമുണ്ടാക്കുന്നത്. പക്ഷേ അടുത്ത വാക്യത്തിൽ പറയുന്നു, അനേകർ അതിനാൽ മലിനപ്പെടുവാനിടയായി തീരും. ഒരാൾ ദൈവകൃപ വിട്ടു കഴിഞ്ഞാൽ, ഒരാളിൽ കയ്പുള്ള വേര് മുളച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ച് കലക്കമുണ്ടാക്കിയാൽ അനേകരതിനാൽ മലിനപ്പെടുവാനിടയിൽ. സഭയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാട്ടെ. സഭയിൽ ഏതെങ്കിലും ഒരു വിശ്വാസി അവൻ പിന്മാറി, അവൻ ദൈവകൃപ വിട്ട് പിന്മാറി കലക്കമുണ്ടാക്കി, അവൻ കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കിയാൽ സഭയിലെ എത്രയോ വിശ്വാസികളായിരിക്കും അതിനകത്ത് മലിനപ്പെടേണ്ടി വരുന്നത്. കാര്യം അവൻ പറയുന്നതെല്ലാം പിന്നെ കേൾക്കേണ്ടി വരും. അവൻ സാക്ഷിക്കകത്തോട് ചിലപ്പോൾ കുത്തിയെന്നിരിക്കും, അത് കേൾക്കേണ്ടി വരും. ചിലപ്പോഴ് അല്പസമയം പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരോട് ഇതിനെ കുറിച്ച് പറയും. സഭയ്ക്കകത്ത് എഴുന്നേറ്റ് പലതും പറഞ്ഞെന്നിരിക്കും. ഇത് കേൾക്കുന്നവരും കാണുന്നവരും മുഴുവനും പിന്നെ ഇതിനെ കുറിച്ച് സംസാരിച്ച് അവരൊക്കെ മലിനപ്പെടേണ്ടതായിട്ട് വരും. അനേകർ മലിനപ്പെടുവാനിടയായി തീരും. എന്താ കാരണം? ഒരാൾ പിന്മാറിയാൽ മതി, ഒരാൾ ദൈവകൃപ വിട്ടുപോയാൽ മതി, ഒരാളിൽ കയ്പുള്ള വേര് മുളച്ചാൽ മതി. ആ കലക്കത്തിലൂടെ സഭയിൽ അനേകർ മലിനപ്പെട്ടു പോകുവാൻ ഇടയായി തീരും. പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? താഴോട്ട് പറയുന്നു, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവ്. അതാ അവർക്ക് സംഭവിക്കുന്നത്. ഒരു ഊണിന്, ഒറ്റ ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തൻ. അവന് പിന്നെ എന്ത് സംഭവിച്ചു? അവൻ പിന്നത്തേതിൽ വന്ന് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും, കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടിട്ടില്ല. എത്രയോ പേരുടെ അവസ്ഥകൾ നമുക്കറിയാം. ഒരു കാലത്ത് വിശ്വാസമാർഗത്തിൽ നിന്ന് പിന്നീട് അവർ ദൈവകൃപ വിട്ട് പിന്മാറി കലക്കമുണ്ടാക്കി അവരുടെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ച് അവര് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശവും അവരുടെ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി പുറത്തുപോയി കഴിഞ്ഞിട്ട് പിന്നീട് അവരെ സംഭവിക്കുന്നത്, പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാനസാന്തരമുണ്ടായി അവർക്കുണ്ടാവുന്ന സങ്കടം, ദുഃഖം, കണ്ണുനീര് അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കത്തില്ല. കൊട്ടാരക്കരയിലെ പാസ്റ്റർ വെസ്ലിച്ചയന് സുവിശേഷ വേലക്കാർക്ക് മീറ്റിംഗ് എടുക്കാൻ വന്നപ്പോഴേ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞത്, നമ്മുടെ ഒരു പഴയ വിശ്വാസി, പിന്മാറിപ്പോയ ഒരു വിശ്വാസി, അനേകം പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള പിന്മാറിപ്പോയ ഒരു വിശ്വാസി തന്റെ വാർദ്ധക്യത്തിലായി ചെന്നൈയില് താമസിക്കുകയാണ്. അവിടെ തന്റെ മക്കളോട് താമസിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലൊന്നും അല്ല, പക്ഷെ നമ്മുടെ ഇടയിൽ അനേക മനോഹരമായ പാട്ടുകൾ താൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ താൻ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ദുഃഖവും നിരാശയും വേദനയും തന്നെ അലട്ടിയിട്ട് വിശുദ്ധന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം താൻ ആരോ വഴി നമ്മുടെ ഇരുമ്പലിയൂർ ഹൈത്തോമൽ അറിയിച്ചു. അങ്ങനെ പാസ്റ്റർ ടി യു തോമസ് പറഞ്ഞതിന് പ്രകാരം പാസ്റ്റർ വെസ്ലിച്ചാന് കടന്നുപോയി. ഈ വ്യക്തിയെ കണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയി. വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്, കേട്ടിട്ടുള്ളതുമായ ഒരാളായതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ നേരം പാസ്റ്റർ വെസ്ലിച്ചാന് ഒരു പാട്ട് പാടി. ആ പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു മോദമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. പാസ്റ്റർ വെസ്ലിച്ചാൻ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേ ഈ കിടക്കുന്ന ആള് വാവിട്ട് കരയുക, കണ്ണുനീരോടെ വാവിട്ട് കരയുക. ആ വാക്യത്തോട് നമ്മൾ ചേർത്ത് പഠിക്കണം. അതിനുശേഷം പാസ്റ്റർ വെസ്ലിയോട് ചോദിച്ചു, പാസ്റ്ററെ ഈ പാട്ട് ആരെഴുതിയതാണെന്ന് അറിയാം?
പാസ്റ്റർ പറഞ്ഞു, എനിക്കറിയത്തില്ല, അനേക പ്രാവശ്യം പാടി സന്തോഷിച്ചിട്ടുള്ളൊരു പാട്ടാണ്. കരഞ്ഞും കൊണ്ട് പറഞ്ഞു, ഞാൻ എഴുതിയ പാട്ടാണത്, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞാൽ, സങ്കേതനഗരത്തിന്റെ അതിർത്തി വിട്ട് ദൈവകൃപ വിട്ട് പിന്മാറി പുറത്തു പോയി കഴിഞ്ഞാൽ, കണ്ണുനീരോടെ അപേക്ഷിച്ചാലും മാനസാന്തരത്തിനിട കാണാത്ത അവസരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും. അതുകൊണ്ട് സങ്കേതനഗരത്തിൽ അഭയം പ്രാപിച്ച ഒരു ദൈവവൈതൽ ഒരിക്കൽ പോലും അതിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകരുത്. എന്ന് വെച്ചാൽ അവൻ പിന്മാറിക്കഴിഞ്ഞാൽ അവന്റെ അന്ത്യസ്ഥിതി അവൻ ഏറ്റവും അവന്റെ ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-29 വായിക്കുന്നത്, അവർ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുന്നവരും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരുമാകയാൽ അവരത്ര കഠിനമേറിയ ശിക്ഷാവിധിക്ക് അവർ യോഗ്യരായി തീരും. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10-29 വായിച്ചാട്ടെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും. പ്രിയ മക്കളെ, ചിന്തിക്കണം. സങ്കേതനഗരത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ, ഈ രക്ഷയുടെ അനുഭവം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ, നീ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവനും നിന്നെ വിശുദ്ധീകരിച്ച നസ്രായന്റെ നിയമരക്തത്തെ മലിനമാക്കി തീർക്കുന്നവനും. അടുത്തത്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. എന്ന് ചിന്തിച്ചു. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭയപ്പെടാം. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് കുറെ കൂടെ വ്യക്തമായിട്ടെന്ന് പറയുന്നു, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അറിഞ്ഞിട്ട് പിന്മാറരുത്. 2 പത്രോസ് 2-ാം-അധ്യായത്തിന്റെ 20 മുതൽ വായിക്കുമ്പോൾ 22 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ പത്രോസ് പറയുന്നു, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അത്യന്തം വഷളായി പോകും. ആ വായിച്ചു നോക്കിയാട്ടെ. 2 പത്രോസ് 2:20 മുതൽ വായിച്ചാട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയി കഴിഞ്ഞാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി തീരും. അടുത്തത് വായിക്കുന്നു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായി. അവർക്ക് നന്ന്. അടുത്തത് വായിക്കുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ സഹോദരന്മാരെ, പന്നിയും നായും യഹോവയ്ക്ക് അറപ്പായിട്ടുള്ള 2 ജീവികൾ. പന്നിയും നായും ദൈവത്തിന് അറപ്പായിട്ടുള്ള 2 ജീവികൾ. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, തങ്ങൾക്ക് ഏൽപ്പിച്ചു കെട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നീ വിട്ടുകളഞ്ഞാൽ ദൈവം തമ്പുരാന്റെ ദൃഷ്ടിയിൽ നീ വെറും വെറുക്കപ്പെട്ട പന്നിയും വെറുക്കപ്പെട്ട നായുമായി കാണപ്പെടുവാനിടയെ തീരും. അതുകൊണ്ട് ഈ വിശുദ്ധ വഴി അറിഞ്ഞിട്ട്, ഈ യാഥാർത്ഥ്യങ്ങൾ, അപ്പോസ്തോലിക ഉപദേശങ്ങൾ അറിഞ്ഞിട്ട്, ഈ ദൈവിക പ്രമാണങ്ങൾ അറിഞ്ഞിട്ട് പിന്മാറിപ്പോകുന്നതിനേക്കാൾ, ഈ സങ്കേതനഗരത്തിന്റെ അതിർത്തി വിട്ടു പോകുന്നതിനേക്കാൾ അത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് എത്രയോ നന്നായിരുന്നു. TPM വിശ്വാസികൾ വളരെ ഭയപ്പെട്ടുകൊള്ളണം. കാരണം ലോകത്തിൽ ഇത്രയും ആഴമേറിയ അപ്പോസ്തോലിക സത്യങ്ങൾ, ദൈവവചനത്തിന്റെ മാർമിക സത്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതുപോലെ ലോകത്തിലൊരു ക്രിസ്തീയ സമൂഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഈ ആഴമേറിയ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ പ്രാപിച്ചതിന് ശേഷം
സങ്കേതനഗരത്തിന്റെ അതിർത്തി വിട്ട് നമ്മൾ ഒരിക്കൽ പോലും പുറത്തു പോകരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുക, രക്തപ്രതികാരകൻ പുറത്തുണ്ട്. നിന്റെ ആദ്യത്തെ സ്ഥിതിയേക്കാൾ നിന്റെ അവസാനത്തെ സ്ഥിതി വഷളായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ളവരെ കുറിച്ച് യൂദയുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവർ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും വേരറ്റും രണ്ടൊരു ചത്തും പോയ വൃക്ഷങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ, യൂദ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. പ്രിയാരിയ മക്കളെ, നമ്മുടെ ജീവിതത്തില് വേരറ്റുപോയ വൃക്ഷങ്ങളായി തീരരുത്. വേരറ്റുപോയ വൃക്ഷങ്ങൾ രണ്ടൊരു ചത്തതാണ്. എന്താ രണ്ടൊരു ചത്തതെന്ന് പറയുന്നത്? ആദ്യം ഒന്ന് ചത്തതാണ്. ചത്തിട്ടാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനമൊക്കെ എടുത്തത്. ആദ്യം ഒന്ന് ചത്തതാണ്. ചത്ത് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് വിശ്വാസത്തിൽ വന്ന നമ്മൾ വീണ്ടും ചത്തുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നീട് മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. രണ്ടൊരു ചാവുന്നവരായി തീരരുത്. ആദ്യം നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. നീതിയുടെ വഴിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നിന്റെ ആത്മീക ജീവിതത്തിൽ ചത്തുപോയി കഴിഞ്ഞാൽ, വീണ്ടും നീ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇലയില്ലാതെയും ഫലമില്ലാതെയും വേരറ്റും പോയ വൃക്ഷങ്ങളായി കാണപ്പെടും. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സങ്കേത നഗരത്തിനകത്ത് പാർക്കുന്നിടത്തോളം നമുക്ക് സുരക്ഷിതത്വമുണ്ട്. പഴയ നിയമത്തിൽ ഒരു 2 സംഭവങ്ങൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരിക്കുമ്പോഴേ അവരെ വിടുവിക്കുവാൻ വേണ്ടി മോശ അവിടെ കടന്നു ചെന്ന് 10 ബാധകൾ അയക്കുമ്പോൾ 10ാമത്തെ ബാധയാണ് ആദിജാതന്മാരുടെ സംഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദിജാതന്മാരുടെ സംഹാരം നടക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പാർക്കുന്നത് ഗോർശൻ ദേശത്താണ്. അന്ന് പെസഹയുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ ദൈവം മോശ മുഖാന്തരം പ്രമാണം കൊടുത്തു, ഇസ്രായേൽ മക്കൾ ആരും അവിടെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. മറിച്ച് അവരെന്ത് ചെയ്യണം? അവരൊരു പെസഹ കുഞ്ഞാടിനെ, ഊനമില്ലാത്തൊരു പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് അത് ഒരു കിണ്ണത്തിൽ അതിന്റെ രക്തമെടുത്തിട്ട് ഈ സോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് അവരുടെ വീടിന്റെ കുറുമ്പടിമേലും കട്ടളക്കാൽ 2 പുരട്ടണം. അതിനുശേഷം രക്തം അടയാളമായി പുരട്ടിയ വീടിനുള്ളിൽ ആ വീട്ടിലുള്ള സകലരും പാർക്കണം. അതിന്റെ വീട് വിട്ട് പുറത്തു പോകരുത്. പുറത്തു പോയി കഴിഞ്ഞാൽ എന്തു പറ്റും? സംഹാരകൻ നിന്നെ കൊല്ലുവാനിടയായി തീരും. എന്നാൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. പുറപ്പാട് 12-22-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടടക്കാൽ 2 തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. പ്രിയാറിയ മക്കളെ, വെളുക്കും വരെ എന്ന് പറയുമ്പോൾ ഒരു രാത്രി മുഴുവനും എന്ന് വെച്ചാൽ ഈ കൃപാ കാലയളവ് മുഴുവനും ഒരു പ്രഭാതം നമ്മൾക്ക് കടന്നു വരുവാൻ പോകുന്നു. ഉയർപ്പിന്റെ പൊൻപുലരി വരുന്നതായ ഈ രാത്രി മുഴുവനും, ഈ കൃപാകാലയളവ് മുഴുവനും രക്തമടയാളമായിരിക്കുന്ന ഭവനത്തിനകത്ത് നീ പാർത്തേ സംഹാരകൾ നിന്നെ തൊടത്തില്ല. എന്നാൽ ഈ രക്തമടയാളമായിരിക്കുന്ന വീട് വിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സംഹാരകൾ നിന്നെ കൊല്ലുവാനിടയായി തീരും. ആകയാൽ പെസഹ കുഞ്ഞാടിന്റെ രക്തമടയാളമായിരിക്കുന്ന ഭവനത്തിൽ പാർക്കുന്നിടത്തോളം സംഹാരകൻ അവരെ തൊടത്തില്ല. പക്ഷേ അതിന്റെ അതിർത്തി വിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സംഹാരകൻ അവരെ കൊന്നുകളയും. മറ്റൊരു സംഭവം കൂടെ നമുക്കറിയാമല്ലോ. ഇസ്രായേൽ മക്കൾ എരിഹോ കോട്ട പിടിച്ചെടുക്കുന്നതിന് മുമ്പിട്ട് ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി ഒറ്റുകാരെ യോശുവ അയക്കുന്നു. എന്നാൽ ആ പട്ടണത്തിന്റെ മതിലിൽ രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യ താമസിച്ചിരുന്നു. അവൾ ഒറ്റുകാരെ സമാധാനത്തോട് കൈക്കൊണ്ട് കിളിവാതിലിലൂടെ പുറത്തിറക്കി അയക്കുമ്പോൾ അവൾ ഒറ്റുകാരോടൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നിങ്ങളെക്കുറിച്ച് സകല ജാതികൾക്കും ഭയമാണ്. നിങ്ങൾ തീരുമാനിക്കുന്നതൊക്കെയും നടപ്പിലാകും. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ പട്ടണത്തെ പിടിച്ചെടുക്കാൻ കടന്നു വരുമ്പോൾ എന്നോടും എന്റെ കുടുംബത്തോടും മനസ്സലിവ് കാണിക്കണമേ. ഈ വാക്ക് കേട്ടപ്പോൾ ഒറ്റുകാർ അവളോട് പറയുന്നൊരു വാക്കുണ്ട്. ഒരു കാര്യം ചെയ്യേ, നീ
ഞങ്ങളെ ഇറക്കി വിട്ട വീടിന്റെ ഈ കിളിവാതിലിൽ ഒരു ചുവപ്പ് ചരട് നീ കെട്ടിത്തൂക്കിക്കൊള്ളണം. ആ ചുവപ്പ് ചരട് കെട്ടിത്തൂക്കിയ വീട്ടിനകത്തേക്ക് നീ നിന്റെ ഭവനത്തിലുള്ള നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും നിന്റെ സഹോദരങ്ങളെ എല്ലാവരും അതിനകത്താക്കിക്കൊള്ളണം. ചുവപ്പ് ചരട് കെട്ടിയ വീട് വിട്ട് ഒരിക്കൽ പോലും പുറത്തിറങ്ങരുത്. തിരുവെഴുത്തിൽ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ചുവപ്പ് ചരട് നമ്മുടെ കർത്താവ് യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം രക്തപ്രതികാരങ്ങൾ നമ്മെ തൊടുവാൻ സാധിക്കത്തില്ല. ശത്രുവിന് നമ്മെ തൊടുവാൻ സാധിക്കത്തില്ല. സംഹാര ദൂതന് നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. ആകയാൽ ഈ സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇതിന്റെ അതിർത്തി വിട്ട് ഒരിക്കൽ പോലും പുറത്തു പോകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ അനുതാപത്തോടെ നിങ്ങൾ മടങ്ങി വരുവീൻ. കർത്താവിലേക്ക് മടങ്ങി വരുവീൻ. ഈ കോട്ടയിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നവരായി തീരുവീൻ. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കുന്നവൻ അതിന്റെ അതിർത്തി വിട്ട് ഒരിക്കൽ പോലും പുറത്തു പോകരുത്. അടുത്തത് 7ാമത്തെ വ്യവസ്ഥ, അവസാനത്തെ വ്യവസ്ഥയും കൂടി പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സങ്കേത നഗരത്തിന്റെ 7ാമത്തെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ, സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചവൻ വീണ്ടെടുപ്പ് വില കൊടുത്ത് മടങ്ങിപ്പോകരുത്. എന്ന് വെച്ചാൽ ബ്ലഡ് മണി രക്തവില കൊടുത്തിട്ട്, എന്ന് വെച്ചാൽ വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് മടങ്ങിപ്പോകരുത്. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിച്ചാട്ടെ. 35-ന്റെ 32-ാം വാക്യം. സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ പുരോഹിതന്റെ മരണത്തിന് മുമ്പേ നാട്ടിൽ മടങ്ങി വന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. പ്രിയായ മക്കളെ, വ്യവസ്ഥയിലാണ്. സങ്കേത നഗരത്തിൽ ഒരുത്തന് അഭയം പ്രാപിച്ചു, മഹാപുരോഹിതനിട്ട് ഭരിക്കുന്നുമില്ല. ഈ പുള്ളിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് പണം കൊടുത്തിട്ട് പുറത്തിറങ്ങി പോവരുത്. വീണ്ടെടുപ്പ് വില, ഇവന്റെ രക്തത്തിന്റെ വില കൊടുത്തിട്ട്, ബ്ലഡ് മണി കൊടുത്തിട്ട് പോകാൻ ശ്രമിക്കരുത്. അതാ പറഞ്ഞിരിക്കുന്നത്. പ്രിയായ മക്കളെ, വീണ്ടെടുപ്പ് വില കൊടുത്ത് പുറത്തിറങ്ങുവാൻ ശ്രമിക്കരുത്. അവനെ വിട്ടയക്കരുത്. സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ച ഒരുത്തൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുമ്പേ പുറത്തു വരേണ്ടതിന് വീണ്ടെടുപ്പ് വില കൊടുക്കരുത്, വീണ്ടെടുപ്പ് വില വാങ്ങുകയും ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് അത് പണം കൊണ്ട് വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല. ആ രക്ഷ തികച്ചും സൗജന്യമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കൽ പോലും പണം കൊണ്ട് വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല. ദൈവം നമുക്ക് കൽപ്പിച്ചു തരുന്ന സ്വർഗീയ ദാനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും പണം കൊടുത്ത് വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. ഈ ഒരായുസ്സിൽ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും കൊടുത്താലും ദൈവത്തിന്റെ ദാനങ്ങളെ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 49-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാനോ അവന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കു സാധിക്കും എന്ന് ചോദിച്ചിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകണോ. മനുഷ്യ, നിന്റെ മുഴു സമ്പത്ത് കൊണ്ടും നീ ഒരായുസ്സിൽ മുഴുവനും ഉണ്ടാക്കിയ മുഴു സമ്പാദ്യം കൊണ്ടും നിന്റെ പ്രാണനെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന് ഒരു വ്യക്തി പോലും അവന്റെ ജീവിതത്തിൽ ചിന്തിക്കരുത്. ദൈവത്തിന്റെ ദാനങ്ങളൊക്കെയും തികച്ചും സ്വർഗീയമായ ധനമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും അവന്റെ പുത്രനായ കുഞ്ഞാടിന്റെയും ദാനമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദൈവമക്കളെ, പണം കൊടുത്തു വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് വില കൊടുത്ത് പണം കൊടുത്ത് രക്ഷപ്പെടുവാൻ ആരും ശ്രമിക്കരുത്. ആരെങ്കിലും ശ്രമിച്ചാൽ അത് ജീവിതത്തിൽ പരാജയമായിരിക്കും. നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരിക്കൽ പോലും നമുക്ക് ആത്മരക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സങ്കേത നഗരം വിട്ട് പുറത്തു പോകാൻ വേണ്ടി ഒരിക്കൽ പോലും ബ്ലഡ് മണി കൊടുക്കരുത്, പണം കൊടുക്കരുത്, വീണ്ടെടുപ്പ് വില കൊടുക്കരുത്. കാരണം പണം കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയുന്ന അനുഗ്രഹങ്ങളല്ല ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കൈസരിയില് സുവിശേഷം അറിയിക്കുന്നതായ കാലഘട്ടത്തില്
ശമരിയിൽ സുവിശേഷം അറിയിക്കുന്ന കാലഘട്ടത്തില് ഫിലിപ്പോസ് അവിടെ കടന്നുപോയി സുവിശേഷം അറിയിച്ചു. ഫിലിപ്പോസ് അവിടെ പോയി ശമരിയിൽ സുവിശേഷം അറിയിക്കുമ്പോഴേ അനേകർ അത് കേട്ട് വിശ്വസിച്ചു. അവന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഈ കൂട്ടത്തിൽ ശീമോൻ എന്ന് പറയുന്ന ഒരു ആഭിചാരക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ശീമോൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി. ഈ മന്ത്രവാദിയെ കുറിച്ച് ഡോക്ടർ മഹാവി KV സൈമൺ സാർ എഴുതിയ സഭാചരിത്രം നമ്മൾ പഠിച്ചാല് ഈ ശീമോൻ എന്ന് പറയുന്ന മന്ത്രവാദിയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശീമോൻ മാഗസ് എന്നാണ് യഥാർത്ഥ പേര്. ഇവൻ ബാബിലോണിൽ പോയി മന്ത്രവാദം പഠിച്ച് മന്ത്രവാദ വിദ്യ കൊണ്ട് അനേകരെ ഭ്രമിപ്പിച്ച ഒരു മഹതി എന്ന് പറയുന്ന വിദ്വാനായിരുന്നു. ഭയങ്കര മന്ത്രവാദങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യവന് ഫിലിപ്പോസ് പോയി സുവിശേഷം പറഞ്ഞപ്പോഴേ യവനത് കേട്ട് മാനസാന്തരപ്പെട്ടു. ഒന്നുമില്ല, കൂട്ടത്തിൽ സ്നാനപ്പെട്ടു, യവനും സ്നാനപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴേ യെരുശലേമിൽ നിന്ന് പത്രോസ് അവിടെ കടന്നു വന്നു. പത്രോസ് കടന്നു വന്ന് ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴേ ഇവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഈ പുള്ളിക്കിട്ട് കിട്ടിയില്ല, യവൻ അഭിഷേകം കിട്ടിയില്ല. യവൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്നിട്ട് യവൻ കുറച്ച് പണം കൊണ്ടുവന്ന് പത്രോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഈ പരിപാടി എനിക്കൂടെ ഒന്ന് തരാമോ എന്ന് വെച്ചാൽ ഞാനും കൈവെക്കുമ്പോൾ ഇതുപോലെ അവരിങ്ങനെ ചാടുന്ന ആ ഒരു പരിപാടി എനിക്കും കൂടെ തരാൻ സാധിക്കുമോ പണം കൊടുത്ത്? അപ്പൊ പത്രോസ് പറയുന്നു, ദൈവത്തിന്റെ ദാനത്തെ സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ നിന്റെ പണത്തോടുകൂടെ നീയും നശിച്ചു പോകട്ടെ. പ്രിയ മക്കളെ, സഭാചരിത്രം പറയുന്നത് ഈ ശീമോൻ മാഗസ് പത്രോസിനെ പേടിപ്പിക്കാൻ വേണ്ടി ലെവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. ഈ ലെവിറ്റേഷൻ എന്ന് പറയുന്ന മാന്ത്രിക വിദ്യയാൽ ഇവൻ ആകാശത്തേക്ക് പറന്നു വന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവൻ ആകാശത്തേക്ക് പറന്ന് പത്രോസിനെ പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ ആകാശത്തേക്ക് പത്രോസിന്റെ മുമ്പിൽ വെച്ച് പറന്നപ്പോൾ പത്രോസ് ഇവനെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ശാസിച്ചപ്പോൾ ഇവൻ തലകുത്തി താഴെ വീണ് അവിടെ കിടന്ന് ചത്തുപോയി എന്നാണ് ഈ ശീമോൻ മാഗസിനെ കുറിച്ച് സഭാചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയ നമുക്ക് അവിടെ പത്രോസ് പറയുന്ന ഒരു സത്യമുണ്ട്. എന്താ പറയുന്നറിയാമോ? ദൈവത്തിന്റെ ദാനത്തെ പണം കൊടുത്ത് വാങ്ങാമെന്ന് നിരൂപിച്ച നിന്റെ പണത്തോടുകൂടെ നീയും നശിച്ചു പോകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സമ്പത്ത് ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ദാനങ്ങൾ ഒരിക്കൽ പോലും സമ്പത്ത് കൊണ്ട് വാങ്ങിക്കുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തമ്പുരാൻ എന്തുകൊണ്ട് ഇത് ദാനമായി തന്നുവെന്ന് വെച്ചാൽ ഇത് സമ്പത്ത് കൊണ്ട് വാങ്ങിക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തമ്പുരാൻ ദാനമായി തന്നു. ആകിയാൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, നീതീകരണം ദൈവത്തിന്റെ ദാനമാണ്, കൃപ ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്, വീണ്ടെടുപ്പ് ദൈവത്തിന്റെ ദാനമാണ്. ഈ ദാനങ്ങളൊക്കെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഒരിക്കൽ പോലും സമ്പത്ത് കൊണ്ട് ഇത് വാങ്ങിക്കുവാൻ കഴിയത്തില്ല. ആകിയാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. കാര്യം നമുക്ക് ഈ സ്വർഗീയ ദാനങ്ങളെ സൗജന്യമായിട്ട് ഈ രക്ഷയുടെ ദാനം പ്രാപിക്കുവാൻ കഴിഞ്ഞല്ലോ. സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. സൗജന്യമായി വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. സൗജന്യമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. സന്തോഷമുള്ള നിയമക്കൾ ദൈവത്തിന്റെ ദാനങ്ങൾക്കായി കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ വിളിക്കട്ടെ. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ദാനങ്ങൾ തികച്ചും സൗജന്യമാണ്. ആകിയാൽ 7 വിഷയങ്ങൾ സംഖ്യാനഗരത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. അത് വീണ്ടും ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചതായ 3 വിഷയങ്ങൾ എന്ന് പറയുന്നത്, സംഖ്യാനഗരത്തിൽ അഭയം പ്രാപിക്കുന്നവൻ അന്നുള്ള മഹാപുരോഹിതന്റെ കാലം വരെ അവിടെ പാർക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, സംഖ്യാനഗരത്തിൽ അഭയം പ്രാപിക്കുന്നവൻ അതിന്റെ അതിർത്തി വിട്ട് ഒരിക്കൽ പോലും പുറത്തു പോകരുത്. മൂന്നാമത്, സംഖ്യാനഗരത്തിൽ അഭയം പ്രാപിക്കുന്നവൻ അടുത്തത് അവൻ പണം കൊടുത്ത് വീണ്ടെടുപ്പ് വില കൊടുത്ത് മടങ്ങിപ്പോകുവാൻ ശ്രമിക്കരുത്. ഈ 7 കാര്യങ്ങൾ നമുക്ക് ഈ സംഖ്യാനഗരത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള വ്യവസ്ഥകൾ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 6 പട്ടണങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുള്ള സമയം നമുക്കില്ല. എങ്കിലും ഇന്ന് ബാക്കിയുള്ള 1 മണിക്കൂറും ദൈവം നാളെ തരുന്ന സമയത്തിനനുസരിച്ച് പഠിക്കാൻ കഴിയുന്ന ഭാഗം വരെ നമുക്ക് പഠിക്കുവാനായിട്ട് ചിന്തിക്കാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഖേദേസ് എന്ന് പറയുന്നതായ പട്ടണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഖേദേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഗിലെയാദ് ദേശത്തുള്ള 1ാമത്തെ പട്ടണമാണ് ഖേദേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോർദാന്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് 2 പട്ടണങ്ങൾ, 2 പോർഷനുകളെ തിരിച്ചും. കിഴക്ക് ഭാഗത്ത് ഈ കാണപ്പെടുന്ന ഗിലെയാദ് ദേശം, യാസർ ദേശം. ഇവിടെ നല്ല മനോഹരമായ പുൽപ്പറങ്ങളുണ്ട്. ഇവിടെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവുമാണ് പാർക്കുന്നത്. ഇവിടെ ലേവി ഗോത്രത്തിന് അവകാശമായി കൊടുത്തതായ പട്ടണങ്ങളിൽ 1ാമത്തെ പട്ടണമാണ് ഖേദേസ്. ഈ പട്ടണത്തെ കുറിച്ച് നമുക്ക് പ്രാരംഭമായിട്ട് പഠിക്കാം. ഖേദേസ് എന്ന പട്ടണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഈ
കേദേസ് എന്ന് പറയുന്ന പട്ടണം, പ്രിയ ദൈവമക്കളെ, ഇത് ഞാൻ പറഞ്ഞത് ഗിലെയാദേശമെന്നല്ല, ഗിലെയാദേശത്തല്ല കൊടുത്തിരിക്കുന്ന കേദേസ്. അത് കനാൻ ദേശത്തുള്ള പട്ടണമാണ്. കേദേസ് എന്നോട് ക്ഷമിക്കണം, ഇപ്പുറത്താണ് വരേണ്ടത്. ചാർട്ടില് അത് ചെയ്ത് തെറ്റിപ്പോയതാകുന്നു. അത് ഇപ്പുറത്താണ് വരേണ്ടത്. കനാൻ ദേശത്തുള്ള പട്ടണമാണ് കേദേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കനാൻ ദേശത്തുള്ള ആദ്യത്തെ 3 പട്ടണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കനാൻ ദേശത്തുള്ള ഒന്നാമത്തെ പട്ടണമാണ് കേദേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കേദേസ് എന്ന് പറയുമ്പോൾ യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് നഫ്താലി മലനാട്ടിൽ ായ ഒരു പട്ടണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശും. നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല്, ഈ 9.5 ഗോത്രത്തിന് ചീട്ടിട്ട് അവകാശം വീതിച്ചു കൊടുത്തപ്പോൾ നഫ്താലി ഗോത്രത്തിന് ചീട്ട് വീണ ഭാഗത്താണ് ഏത് പട്ടണം ഉണ്ടായിരുന്നത്? ഈ കേദേസ് എന്ന് പറയുന്ന പട്ടണം ഉണ്ടായിരുന്നു. നഫ്താലി ഗോത്രത്തിന് ചീട്ട് വീണ ഭാഗത്താണ് കേദേസ് എന്ന് പറയുന്ന പട്ടണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നഫ്താലി മലനാട്ടിലുള്ള ഒരു പട്ടണമായിരുന്നു ഈ കേദേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് യോശുവ 31 രാജാക്കന്മാരെ തോൽപ്പിച്ച കൂട്ടത്തില് കേദേസ് ഭരിച്ചിരുന്ന ഒരു കേദേസ് രാജാവ് ഉണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുക, അവിടെ കേദേസ് രാജാവ് ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നു. ആ രാജാക്കന്മാരുടെ പട്ടികയിൽ 31 രാജാക്കന്മാരിൽ കേദേസ് ഭരിച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു. ആ രാജാവിനെ തോൽപ്പിച്ചാണ് കേദേസ് എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുത്തു. പിന്നീട് നറുക്കിട്ട് അത് അവകാശം വീതിച്ചു കൊടുത്തപ്പോൾ നഫ്താലി ഗോത്രത്തിന് ആ അവകാശം ലഭിക്കുവാൻ ഇടയായി തീർന്നു. പുരാതന ഇസ്രായേലി ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ കേദേസ് എന്ന് പറയുന്ന പട്ടണം വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള പട്ടണമാണ്. പക്ഷെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ആത്മീക വശങ്ങളിലേക്ക് അധികം ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, മറിച്ച് ഈ പട്ടണത്തിന്റെ ആത്മീകമായ മൂല്യങ്ങൾ നമുക്ക് കടന്നു വരാം. അപ്പോൾ നമ്മൾ അഭയം പ്രാപിക്കുന്ന ഒന്നാമത്തെ സങ്കേതനഗരം എന്ന് പറയുന്നത് കേദേസ് ആകുന്നു. കേദേസ് എന്ന് പറയുന്ന സങ്കേതനഗരത്തിൽ അഭയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ കേദേസ് എന്ന വാക്കിന്റെ അർത്ഥം ഹോളിനെസ് എന്നാകുന്നു. എന്ന് വെച്ചാൽ വിശുദ്ധി എന്നാകുന്നു ആ വാക്കിന്റെ അർത്ഥം. ആകയാൽ നമ്മൾ ഓടിച്ചെന്ന് ശരണത്തിന് വേണ്ടി ഓടിച്ചെന്ന് കയറിയ പട്ടണം എന്ന് പറയുന്നത് അത് വിശുദ്ധമാകുന്നു, വിശുദ്ധിയാകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തു അത് പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. 2, നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന സങ്കേതകരമായ കേദേസ് അത് വിശുദ്ധിയാണ്. ആകയാൽ നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒന്നാമത്തെ സങ്കേതനഗരം കേദേസ് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമാകുന്നു, അല്ലെങ്കിൽ വിശുദ്ധിയാകുന്നു. നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ സങ്കേതനഗരമായി ക്രിസ്തു എന്ന് പറയുന്നത് അവൻ വിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. പ്രിയ മക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതായിട്ടില്ല. ലോകത്തിൽ എത്രയോ മതസ്ഥാപകരും ഗുരുക്കന്മാരും ഒക്കെ അവതരിച്ചിട്ടുണ്ട്, അവതാര പുരുഷന്മാരൊക്കെ അവതരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കാർക്കും ചോദിക്കാൻ തന്റെ ഇടമില്ലാത്തൊരു ചോദ്യം എന്റെ യേശു ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു തമ്പുരാൻ വിധിമാറ് കാട്ടി നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലോകത്തിൽ മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിക്കും ചോദിക്കാൻ തന്റെ ഇടമില്ലാത്തൊരു ചോദ്യം എന്റെ കർത്താവ് യേശു ക്രിസ്തു അവന്റെ ജീവകാലത്ത് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എന്നെ ബോധം വരുത്തും? കർത്താവിന്റെ ചോദ്യം ഇതാണ്. വായിച്ചു നോക്കിയാട്ടെ, യോഹന്നാൻ 8:46 വാക്യം വായിച്ചാൽ, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? പ്രിയ മക്കളെ ചോദിക്കും, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എന്നെ ബോധം വരുത്തും? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ എന്റെ പാപത്തെ കുറിച്ച് എന്നെ ബോധം വരുത്തുവാൻ മനുഷ്യനായി പിറന്ന ഒരുത്തനെങ്കിലും ഉണ്ടോ? കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുകയാണ്. കർത്താവ് തന്റെ ഇടമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എന്നെ ബോധം വരുത്തുവാൻ സാധിക്കും? ആർക്കും ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരുത്തനും കർത്താവിന്റെ പാപത്തെ കുറിച്ച് അവനെ ബോധം വരുത്തുവാൻ സാധിക്കത്തില്ല. ഒരു വാക്കിലെങ്കിലും പിടിക്കേണ്ടതിന് പരീശന്മാർ അവന്റെ പുറേ നടന്ന് പല പരിപാടികളും പോയിട്ട് നോക്കി. ഒരു വാക്കിൽ പോലും അവനെ പിടിക്കുവാൻ സാധിച്ചില്ല. അടുത്ത കള്ളസാക്ഷികളെ നിർത്തി പീലാത്തോസിന്റെ മുമ്പിൽ വിസ്തരിക്കുവാൻ കൊണ്ടുവന്നു. അവിടെയും കർത്താവിനെതിരെ ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സങ്കേതകരമായ നമ്മുടെ യേശു
അവൻ ഖേദേശാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന പട്ടണം വിശുദ്ധമാകുന്നു, അവൻ വിശുദ്ധനാകുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെക്കുറിച്ച് തിരുവെഴുത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ അനേകരുടെ സാക്ഷ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചില സാക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. ഒന്നാമത്, യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് വിസ്താരമൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിനെ 2 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച പൊന്തിയോസ് പീലാത്തോസ് വിസ്താരമൊക്കെ കഴിഞ്ഞിട്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതിനുശേഷം ജനം കാണുക താലത്തിൽ വെള്ളമെടുത്ത് കൈകഴുകിയതിനു ശേഷം പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവനെ വിസ്തരിച്ച പീലാത്തോസിന്റെ സാക്ഷ്യം, അവൻ നീതിമാനായിരുന്നു, അവൻ പരിശുദ്ധനായിരുന്നു, ഒരു കുറ്റവും ചെയ്യാത്തവനായിരുന്നു. ഇനി പീലാത്തോസിന്റെ ഭാര്യയുണ്ട്, ക്ലൗദിയോസ് പ്രൊക്കുള എന്നാണ് അവളുടെ പേര്. ക്ലൗദിയോസ് പ്രൊക്കുള. അവൾ പിൽക്കാലത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ പിൻഗമിച്ചു, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ക്ലൗദിയോസ് എന്ന് പറയുന്നത് ഇവളെ കുറിച്ചാണ്, പീലാത്തോസിന്റെ ഭാര്യയാണ്. പീലാത്തോസിന്റെ ചരിത്രം പഠിക്കുന്നത്, പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയതിനു ശേഷം അവന്റെ സമനില കിട്ടി വട്ടായിപ്പോയി, ഭ്രാന്തായിപ്പോയി. അങ്ങനെ കൊട്ടാരം വിട്ട് ഇറങ്ങി ചെന്നിട്ട് കാണുന്നിടത്തൊക്കെ വെള്ളമൊക്കെ കാണുമ്പോൾ വെള്ളം കോരി കൈ കഴുകിയിട്ട് ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല 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 എന്ന് പറഞ്ഞ് അവൻ എവിടെയോ കിടന്ന് നദീതീരത്ത് വീണ് കിടന്ന് ചത്തുപോയി എന്നാണ് അവന്റെ ചരിത്രം പറയുന്നത്. എന്നാൽ പീലാത്തോസിന്റെ ഭാര്യ ഭക്തയായ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് മാറി. അവളാണ് ചരിത്രത്തിൽ തിരുവെഴുത്തിൽ പറഞ്ഞ ക്ലൗദിയോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലൗദിയോസ് പ്രൊക്കുള എന്നാണ് അവിടെ യഥാർത്ഥ പേര്. ഈ ക്ലൗദിയോസ് പ്രൊക്കുള കർത്താവ് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ ഒരു എഴുത്തു കൊടുത്തു വിട്ടു ഭർത്താവിന്. എന്താ കൊടുത്തുവിട്ട് എഴുത്തെന്നറിയാമോ? വിശുദ്ധ മത്തായി 28:19 വാക്യത്തിൽ വായിക്കുന്നു, ഈ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. സ്തോത്രം. ഭർത്താവ് ന്യായാസനത്തിലിരിക്കുന്ന, വിധി പറയുവാൻ സിംഹാസനത്തിലിരിക്കുന്ന ഭർത്താവിന്റെ അടുക്കൽ ഭാര്യ ക്ലൗദിയോസ് എടുത്തുകൊടുത്തു വിട്ടിരിക്കുന്നു, ഈ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. പ്രിയ മക്കളെ, യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് പറയുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറയുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയോസ് പ്രൊക്കുള പറയുന്നു, ഈ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തതായി, യേശുവിന് 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത യൂദയുണ്ടല്ലോ, ഇസ്കറിയോത്ത യൂദ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യൂദ അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പ്രിയ മക്കളെ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത യേശുവിന്റെ സന്തത സഹചാരിയായിരുന്ന ഈ ഇസ്കറിയോത്ത യൂദ ഇസ്കറിയോത്ത കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ 30 വെള്ളിക്കാശുമായിട്ട് അവൻ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് സമനില തെറ്റി മഹാപുരോഹിതന്റെ മുമ്പിലേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അവന് ഒറ്റുകൊടുത്ത യൂദ വിളിച്ചു പറയുന്നു, എന്റെ കർത്താവ് യേശുക്രിസ്തു അവൻ കുറ്റമില്ലാത്തവനായിരുന്നു. അടുത്തത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ അവന്റെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്തൊരു പട്ടാള മേധാവിയുണ്ട്. അവന്റെ പേര് ശതാധിപൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ കീഴിലുള്ള സൈന്യമാണ് യേശുവിനെ ക്രൂശിച്ചത്. യേശുവിന്റെ ക്രൂശീകരണം മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ശതാധിപൻ പട്ടാള മേധാവി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അരിമനാഥൻ ക്രൂശിൽ പിടഞ്ഞ് ടെറ്റനസ്റ്റായി സകലവും നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിടുമ്പോൾ അവന്റെ മരണം കാണുവാൻ സാധിക്കാത്ത പ്രപഞ്ചത്തിന് ആഹ്വാനം പാപഭേദങ്ങളുണ്ടായി, ഭയങ്കരമായ ഭൂകമ്പങ്ങളുണ്ടായി, പാറകൾ പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി, അതിഭയങ്കരമായ അന്ധകാരം ഭൂതലത്തെ മൂടുവാൻ തുടങ്ങി, മരിച്ചവരുടെ കല്ലറുകൾ തുറന്ന് മരിച്ചവർ ജീവിച്ചെഴുന്നേൽക്കുവാൻ തുടങ്ങി. ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവന്റെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്തിയ പട്ടാള മേധാവി ശതാധിപൻ പറയുകയാണ് ചെയ്യുന്നത്, ഈ മനുഷ്യൻ വാസ്തവമായിട്ടും ഒരു നീതിമാൻ തന്നെയായിരുന്നു. അവനെ ക്രൂശിച്ചു കൊന്ന പട്ടാള മേധാവി ശതാധിപൻ യേശുവിനെ കുറിച്ച് പറയുന്നു, ഈ മനുഷ്യൻ വാസ്തവമായിട്ടൊരു നീതിമാനായിരുന്നു. ഇനി അശുദ്ധാത്മാക്കളെ കുറിച്ച് നോക്കാം. പിശാചെന്ന് പറയുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
അശുദ്ധാത്മാക്കൾ, പിശാച് അവനെ വിളിച്ചു നോക്കും, പറയുന്നു നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അശുദ്ധാത്മാക്കൾ സാക്ഷ്യം പറയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാകുന്നുവെന്ന്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര 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 സാക്ഷ്യങ്ങൾ. അപ്പോസ്തോലിക പിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളൊന്ന് നോക്കിയാട്ടെ. പത്രോസ് യേശുവിനെ കുറിച്ച് എന്താണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. യേശുവിനെ കുറിച്ച് മറ്റൊരു ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ എന്താണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ പാപം ഇല്ല, അവനിൽ പാപമില്ല. അടുത്തത് വിശുദ്ധ പൗലോസ് യേശുവിനെ കുറിച്ച് പറയുന്നു, 2 കൊരിന്ത്യർ 5:21. വിശുദ്ധ പൗലോസ് യേശുവിനെ കുറിച്ച് പറയുന്നു, പാപം അറിയാത്തവൻ, പാപം അറിയാത്തവൻ. നിങ്ങൾ ആ 3 വാക്യം ശ്രദ്ധിക്കണം. പത്രോസ് എന്ന് പറയുന്നു, പത്രോസ് പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ പറയുന്നു അവനിൽ പാപമില്ല. പൗലോസ് പറയുന്നു പാപം അറിയാത്തവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് എങ്ങനെ വായിക്കാം? ഇത് 3 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ പാപമുണ്ടായിരുന്നില്ല, അവന്റെ ശരീരത്തിൽ പാപമുണ്ടായിരുന്നില്ല. അടുത്തത് യോഹന്നാൻ അവനിൽ പാപമില്ലായിരുന്നുവെന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവിൽ പാപമില്ലായിരുന്നു. അടുത്തത് പൗലോസ് അവൻ പാപത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അറിയുന്നത് ബുദ്ധിയിലും മനസ്സിലുമാണ്. അവന്റെ മനസ്സിൽ പാപമുണ്ടായിരുന്നില്ല, അവന്റെ പ്രാണനിൽ പാപമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലും ആത്മാവിലും പ്രാണനിലും പാപത്തിന്റെ അംശമുണ്ടായിരുന്നില്ല. ആകയാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണ്? അതാണ് വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 7:26 വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രം, നിർദോഷം, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകയാൽ നമ്മൾ അഭയത്തിന് വേണ്ടി ഓടിച്ചെന്നിരിക്കുന്ന സങ്കേത നഗരമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ ആരാണ്? അവൻ വിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. ആകയാൽ ഈ സങ്കേതനഗരത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നമുക്കും ഒരു വ്യവസ്ഥയുണ്ട്. ആ കർത്താവ് നമ്മളോട് പറയുന്നു, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. 1 പത്രോസ് 1:16 വാക്യം വായിച്ചാട്ടെ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ ഓടിച്ചെന്നിരിക്കുന്ന ക്രിസ്തു വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. ഖേദേസ് വിശുദ്ധമാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആകിയാൽ ആത്മീയ ജീവിതത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ എന്നിൽ ഓടി വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കണമെന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ആ വാക്യത്തിന്റെ ആഴം നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു? ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 650 കോടി ജനങ്ങളുണ്ട് ദൈവമക്കളെ. ഇന്ത്യ മഹാരാജ്യത്തിൽ 125 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ കേരളക്കരയിൽ 3.25 കോടിയിലധികം ജനങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ നിന്നൊരു ചെറിയ സമൂഹത്തെ കർത്താവ് എന്തിനു വേണ്ടി വിശുദ്ധീകരിച്ചു, വേർതിരിച്ചു? കർത്താവ് പറയുന്നു, നിങ്ങളെ കുറിച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ ദൈവ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഈ പ്രപഞ്ചത്തെ ഉരുവാക്കും മുമ്പേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ആരും യാദൃച്ഛികമായിട്ടിവിടെ വന്നവരല്ല. ഈ രക്ഷ യാദൃച്ഛികമായിട്ട് നമുക്ക് ലഭിച്ചതുമല്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലെന്നേ. യാദൃച്ഛികമായി ലഭിച്ചതില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വിശ്വാസം പാരമ്പര്യമാണെന്ന്. തെറ്റാ. പാരമ്പര്യമായിട്ട് ഒരിക്കലും വിശ്വാസം ലഭിക്കുന്നില്ല. മറിച്ച് യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസം ഒരിക്കലും പാരമ്പര്യമല്ല, മറിച്ചോ വിശ്വാസം ദൈവം വിശുദ്ധന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവം തമ്പുരാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കും മുമ്പ്
ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ്, ഭൂമിക്ക് അവൻ അടിസ്ഥാനമിടും മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. നമ്മുടെ അരുമനാഥൻ കാൽവരിയിൽ അവന്റെ പ്രാണനാകൃതിയാഗമായി തീർന്നിട്ട് പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ മരണത്തെ ആസ്വദിച്ചു. അവൻ കരഞ്ഞില്ല, നിലവിളിച്ചില്ല. എന്തുകൊണ്ട്? കർത്താവ് ദൂരോട്ടൊന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇതാ പത്തനംതിട്ട ആരാധന ഹാളിൽ അവന്റെ സന്തതികൾ ഇതാ നിരന്നിരിക്കുന്നു. അവന്റെ സന്തതിയെ കണ്ടിട്ട് അവന്റെ പ്രാണനകർത്തിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. പ്രിയ മക്കളെ, കർത്താവ് കാൽവരിയിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നെ കണ്ടു, നിങ്ങളെ കണ്ടു, നമ്മെ ഓരോരുത്തരെ കണ്ടു. രക്തം വില കൊടുത്ത് വാങ്ങിയവരാണ് നമ്മൾ. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ദൈവത്തിന്റെ മനസ്സിലുള്ളവരായിരുന്നു ഞാനും നിങ്ങളും. എന്തിനു വേണ്ടി ദൈവം ക്രിസ്തുവിൽ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തെന്നറിയാമോ? എങ്ങനെയെങ്കിലും ലോകത്തിൽ ജീവിക്കുവാനല്ല, ലോകക്കാരോട് ചേർന്ന് ജീവിക്കുവാനല്ല, ലോകക്കാരെ പോലെ ജീവിക്കുവാനുമല്ല. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഈ ഒരു ദൈവിക വെളിപ്പാട് ഓരോ ദൈവമക്കളുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ലോകത്തില് എന്തെല്ലാം കഷ്ടങ്ങള്, നിന്ദകള്, അപമാനങ്ങള്, ഉപദ്രവങ്ങള്, പ്രയാസങ്ങള്, പരീക്ഷകളൊക്കെ ദൈവം തമ്പുരാൻ തന്ന് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്തിനു വേണ്ടി? വിശ്വാസത്തിൽ വന്നാല് ചെല്ലു വിചാരിക്കുന്ന സുഖമാണ്. ബന്ധുക്കോസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണം. കാര്യം എല്ലാം കിട്ടും. ഫ്ലാറ്റ് കിട്ടും, കാറ് കിട്ടും, പിന്നെ ജോലി കിട്ടും, എല്ലാം കിട്ടും. ഒന്നും കിട്ടുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കണം. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചതാ. എന്തിനു വേണ്ടി എന്നറിയാമോ? ഈ കഷ്ടങ്ങൾ തീരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 12-ന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. നമ്മുടെ ഗുണത്തിനായി നമ്മെ ശിക്ഷിക്കും. തമ്പുരാൻ നമ്മെ ശിക്ഷിക്കുന്നുണ്ട്. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്രയും. എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു? അപ്പൻ നമ്മെ ബാലശിക്ഷ കഴിക്കുക. എന്തിനാ ബാലശിക്ഷ കഴിക്കുന്നത്? ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവധിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ. ലോകത്തെ ന്യായം വിധിക്കുന്ന അതിഭയങ്കരമായ ശിക്ഷാവധിയിൽ ഞാനും നിങ്ങളും അകപ്പെട്ടു പോകാതിരിപ്പാൻ അപ്പൻ നമ്മെ സ്നേഹത്തോടെ ബാലശിക്ഷ കഴിക്കുകയാണ്. ദൈവത്തിന് നമ്മളുടെ സ്നേഹം കൊണ്ട് നമുക്ക് ചെറിയ അടികൾ തരികയാണ്. ചെറിയ കഷ്ടങ്ങൾ, ചെറിയ പരീക്ഷകൾ, ചെറിയ പ്രയാസങ്ങൾ, ചെറിയ പ്രതികൂലങ്ങൾ കർത്താവ് നമുക്ക് തന്ന് നമ്മെ നടത്തുന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ ഗുണത്തിനായിട്ട്. എന്താണ് ആ ഗുണം? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ നമ്മുടെ ഗുണത്തിനായിട്ട് കർത്താവ് നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. ഇന്ന് രാത്രി എത്രയധികം മക്കൾക്ക് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. എത്രയധികം മക്കൾക്ക് ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും താഴ്ചകളും ഒക്കെ തമ്മിൽ അനുവദിക്കുന്നത്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, ലോകത്തോടുകൂടെ നമ്മെ ശിക്ഷ വിധിക്കാതിരിക്കുവാൻ. ലോകത്തിൽ ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ നിന്ദിച്ചവരും ജാതികളായി ജീവിച്ചവരും മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിച്ചവരും സകല അധർമ്മങ്ങളും അശുദ്ധിയിലും ജീവിച്ചവരെ തമ്പുരാൻ ന്യായം വിധിക്കുന്ന ആ ദിവസത്തിൽ അവരോടുകൂടെ ഞാനും നിങ്ങളും ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ സ്നേഹത്തോടെ അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ഗുണത്തിന് വേണ്ടി. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കണോ, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണമാണ്. വേറെ ഒന്നുമല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. ഇതാണ് വേണ്ടത്. അല്ലാതെ വലിയ ബഹളമൊന്നും. നമ്മൾ രോഗശാന്തി വായിക്കുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവചനം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, ശാപം മുറിക്കല് എന്ന് വേണ്ട എന്തോരം ബഹളമാണെന്നറിയാമോ? കടന്നു വരുവീൻ. ഇവിടെ വന്നാൽ കടഭാരം മാറ്റി തരാം, ഇവിടെ വന്നാൽ ശാപം മുറിച്ചു തരാം, ഇവിടെ വന്നാൽ പിശാചുക്കളെ പുറത്താക്കി തരാം. ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്, അനേകരുണ്ട്. പക്ഷെ തിരുവെടുത്ത് പറയുന്നു, അന്ന് അനേകരും എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു,
നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ നോക്കിയിട്ട് പറയും, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് പുറത്തു പോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര ദൈവരാജ്യത്തിൽ കടക്കുന്നത്. എന്താണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. എന്താണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവമക്കളെ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. ഈ ആഴമേറിയ ഉപദേശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മള് സാധാരണക്കാരല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്, ദൈവം വസിക്കുന്ന മന്ദിരങ്ങളാണ്. ദൈവത്തിന്റെ മന്ദിരത്തിന് ചില പ്രമാണങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 3:17 വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നല്ലോ. അടുത്ത് പറഞ്ഞിട്ട് പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. കാരണം വായിച്ചു നോക്കിയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അടുത്തത്, നിങ്ങളും അങ്ങനെ തന്നെ. നാമും അങ്ങനെ തന്നെ. നാം ദൈവത്തിന്റെ വിശുദ്ധരാണ് ദൈവമക്കളെ. നാം ദൈവത്തിന്റെ ആലയമാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4:7 വായിക്കുന്നത്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ആകയാൽ ആത്മീക ജീവിതത്തിൽ നമ്മൾ ഓടിച്ചെന്ന് കയറിയിരിക്കുന്ന, അഭയം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ സങ്കേതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഖേദേശാകുന്നു, അവൻ വിശുദ്ധനാകുന്നു. ആകയാൽ ആ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ ലോകത്തിൽ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി വിശുദ്ധരായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? സ്വാഭാവികമായിട്ട് ചോദിക്കും, അങ്ങനെയൊക്കെ ജീവിച്ച പോരെ? ഈ ലോകത്തിൽ ഇത്രയും പാടുപെട്ട് വിശുദ്ധരായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അനേക വിഷയങ്ങളുണ്ടെങ്കിലും അതിപ്രധാനമായി 3 വിഷയങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാം. ഈ ലോകത്തിൽ എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധരായിരിക്കണം? അതിന് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ദൈവത്തെ കാണുവാൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പഴയ ഭക്തന്മാരൊക്കെ കാണാൻ ആഗ്രഹിച്ചു. മോശ 40 രാവും പകലും ദൈവത്തോടുകൂടെ പർവ്വതത്തിലിരുന്നു. കണ്ടോ? കണ്ടില്ല. ദൈവത്തെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല. അവസാനം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മോശ എന്താ പറയുന്നത്? കർത്താവേ, നിന്റെ മുഖത്തിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ. കർത്താവ് പറഞ്ഞു, മോശേ, എന്റെ മുഖത്തിന്റെ തേജസ് കണ്ടിട്ട് ജീവനോടിരിക്കാൻ നിനക്ക് പറ്റത്തില്ല. ഇതാ എന്റെ അടുക്കൊരു പാറയുണ്ട്. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ആ പാറയുടെ പിളർപ്പ് നിന്നെ ആക്കാം. എന്റെ കൈകൊണ്ട് നിന്റെ മുഖം ഞാൻ മറയ്ക്കാം. ഞാൻ കടന്നു പോകുമ്പോൾ നിനക്ക് എന്റെ പുറകുവശം മാത്രം കാണാം, എന്റെ മുഖം നിനക്ക് കാണുവാൻ സാധിക്കത്തില്ല. പഴയ നിയമ ഭക്തന്മാർക്ക് ആർക്കും അത് സാധിച്ചില്ലെന്നേ. അവർക്ക് ആർക്കും ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിഞ്ഞില്ല. പണ്ട് നാദാബ്, അബൂഹു, ഇസ്രായേൽ സംഘസദസ്യന്മാർ 70 പ്രമാണികളും മോശ അഹരോനും കൂടെ പർവ്വതത്തിന്റെ മുകളിൽ പോയി ദൈവത്തെ കാണാൻ. അവര് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. എന്ത് കണ്ടു? കാലിന്റെ അടിവശം കണ്ടു, വേറൊന്നും കണ്ടില്ല. ഒരു മുഖം കണ്ടില്ല. അവന്റെ പാദങ്ങൾക്ക് കീഴേ നീലക്കല്ല് പടുത്ത തളം പോലെ ഉണ്ടായിരുന്നു. കാല് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല? ന്യായപ്രമാണത്തിന് ദൈവത്തിന്റെ മുഖത്തെ കാണുവാനുള്ള നീതീകരണമോ വിശുദ്ധീകരണമോ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് മനുഷ്യനെ വിശുദ്ധീകരിക്കുവാനോ നീതീകരിക്കുവാനോ കഴിയാതിരുന്നത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ നീതിയാൽ ദൈവത്തെ കാണുവാൻ ഒരിക്കൽ പോലും സാധിച്ചില്ല. അതുകൊണ്ട് പഴയ ഭക്തന്മാരൊക്കെ ആഗ്രഹിച്ചു, എന്ത്? കർത്താവേ, നിന്റെ മനോഹരത്തെ ഞങ്ങൾക്കൊന്ന് കാണണം, നീതിയിൽ നിന്റെ മുഖത്തെ ഞങ്ങൾക്ക് കാണണം. അവരെ ആഗ്രഹിച്ചു. പക്ഷെ ന്യായപ്രമാണത്തിന്റെ നീതിയാൽ അത് സാധിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്ന് നീതികെട്ടവരായിരുന്ന നമ്മെ കൃപയാൽ നീതീകരിച്ചത് കൊണ്ട് നമുക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഗ്യം എന്നറിയാമോ? നാം അവന്റെ മുഖത്തെ കാണൂ. ഈ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്ന ദൈവത്തിന്റെ നീതിയോ നമ്മൾ അവന്റെ മുഖത്തെ കാണും. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ എടുത്ത് ഹല്ലേലൂയ പറഞ്ഞിട്ട്, പ്രിയ ദൈവമക്കൾ, ആകയാൽ ദൈവത്തെ കാണണമോ?
വിശുദ്ധരായി ജീവിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. വായിച്ചേ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അടുത്തത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾക്ക് മനുഷ്യനെ ശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞില്ല. ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചുവിടുന്ന അതേ യാഗങ്ങൾക്ക് മനുഷ്യനെ സൽഗുണപൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണ യാഗങ്ങൾക്ക് മനുഷ്യനെ നീതീകരിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ദൈവത്തെ കാണണോ, ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞു. വിശുദ്ധ മത്തായി 5-ന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുക. അത് വളരെ വലിയൊരു മാർമിക സത്യമാണ്, പഠിച്ചോണം. തമ്പുരാൻ നമ്മുടെ പുറമേ ഉള്ളതല്ല നോക്കുന്നത്. മനുഷ്യരെന്ത് ചെയ്യും? പുറമേ ഉള്ളത് നോക്കും. പുറമേ ഉള്ളത് നോക്കി നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ വിലയിരുത്തും. പക്ഷെ തമ്പുരാൻ നമ്മുടെ പുറമേ ഉള്ളത് നോക്കത്തില്ല. തിരുവെടുത്ത് എന്ത് പറയുന്നു? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതും വിഷമകരവുമാണ്. അത് ആരാഞ്ഞറിയുന്നവൻ ആരാണ്? ആർക്കും പറ്റത്തില്ല. ഒരു കുടുംബത്തിൽ ജീവിച്ചു നോക്കിക്കേ, ഭാര്യയുടെ മനസ്സ് ഭർത്താവിനറിയാം, ഭർത്താവിന്റെ മനസ്സും ഭാര്യയ്ക്ക് അറിയാം. വൈകിട്ട് കുളിക്കാൻ ചൂടുവെള്ളം വേണം, അല്ലെങ്കിൽ രാത്രി കഞ്ഞി വേണം, ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ഭാര്യയുടെ ഹൃദയം ഭർത്താവിന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. ഭർത്താവിന്റെ ഹൃദയം ഒരിക്കലും ഭാര്യയ്ക്ക് അറിയാൻ പറ്റത്തില്ല. അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അറിയുന്ന വേറൊരാളുണ്ട്. മനുഷ്യന്റെ ഹൃദയം യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ആന്തരിക ഇന്ദ്രിയങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടത്തിനും പ്രവർത്തിക്കും തക്കവണ്ണം പകരം കൊടുക്കും. പ്രിയ മക്കളെ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് ദൈവമാണ്. തമ്പുരാൻ ഹൃദയത്തെ നോക്കും. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് നിലവിളിച്ചിട്ട് ദൈവത്തോട് പറയുകയാണ്, അന്തർഭാഗത്തിലെ സത്യമാണല്ലോ നീ ഇച്ഛിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള പരമാർത്ഥത തമ്പുരാൻ അതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവനെന്ന് സർവ്വസഭകളും അറിയും. തമ്പുരാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി നമ്മെക്കുറിച്ച് പറയും, ഒരാൾ അങ്ങനെയാണ്, ഒരാൾ ഇങ്ങനെയാണ്. പക്ഷെ തമ്പുരാൻ ഹൃദയത്തെ നോക്കും. ഹൃദയത്തിൽ ശുദ്ധിയുണ്ടോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണോ? ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ കാണണം. അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. നമ്മൾ കാണും, നമുക്ക് കാണാൻ സാധിക്കും. തിരുവെടുത്ത് വ്യക്തമായി പറയും, ഉണ്ണിയോഹന്നാൻ 3-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. എന്ത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ നമ്മൾ കാണേണ്ടതാകൊണ്ട് നമ്മളെല്ലാവരും അവനോട് സദൃശന്മാരായി തീരും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണോ ഇരിക്കുന്നത്, അതേ അവസ്ഥയിൽ നമുക്ക് അവനെ കാണുവാൻ കഴിയും. അതെങ്ങനെ കഴിയും? നാം അവനോട് സദൃശന്മാരായി തീരും. അതാ ഫിലിപ്പിയർ 3:21 വായിക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. കർത്താവ് യേശുക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ നമ്മൾ അവനെ കാണും. ദൈവമക്കളെ, 1 കൊരിന്ത്യർ 13:12 അതുകൊണ്ട് വായിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ഇതാ കണ്ണാടി, ദൈവത്തിന്റെ വചനം. ഈ കണ്ണാടിയിലൂടെ എഴുതപ്പെട്ട കടമൊഴികളിലൂടെ യേശുവിനെ കാണുന്നു. യേശുവിനെ നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പണ്ട് ഗലീലയിലൂടെ കടന്നുപോയി മരിച്ചവരെ ഉയർപ്പിച്ച, കുരുടനെ കാഴ്ച കൊടുത്ത, മുടന്തനെ നിവർത്തി നടത്തിയ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ, കടലിനെ ശാന്തമാക്കിയ, വെള്ളത്തിന്റെ മേൽ നടന്ന യേശുവിനെ ഞാനും നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ദാ ഈ കണ്ണാടിയിലൂടെ യേശുവിനെ കാണുന്നു. പക്ഷെ ആസന്ന ഭാവിയിൽ നാം അവനെ മുഖാമുഖമായി കാണാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിനെ കാണണമോ? ശുദ്ധീകരിക്കപ്പെട്ടവർക്കേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയ മക്കളെ, നമ്മുടെ ലോകത്തിൽ ഇച്ഛയും ആഗ്രഹവും അതായിരിക്കട്ടെ, എന്റെ ദൈവത്തെ എനിക്ക് കാണണം.
എന്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. കർത്താവിനെ കാണുന്ന രംഗം പലപ്പോഴും ഞാൻ ഭാവനയിൽ കാണാറുണ്ട്. എന്ന് വെച്ചാല് ഈ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കർത്താവിന്റെ വരവില് രൂപാന്തരപ്പെടുകയാണ്, മരിച്ചവർ ഉയർക്കുക. അപ്പൊ ഉയർത്ത് മുന്നോട്ട് പോയി രൂപാന്തരപ്പെട്ട് നമ്മള് പുറേ ചെന്നു രണ്ടുകൂടെ സ്വർഗത്ത് മധ്യാകാശത്തിൽ സംഗമിച്ച് ഒരുമിച്ച് മേലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ ശരീരമാണ്, ആത്മശരീരത്തിലാണ്. എന്നുവെച്ചാൽ മനസ്സിന്റെ വേഗത, ശരീരത്തിന്റെ വേഗത പറക്കുകയാണ്. നിൽക്കുന്ന നിപ്പിൽ പറന്നു പോകുകയാണ്. ഇപ്പോഴൊരു സംഭവം ഉണ്ടാവും. എന്തെന്നറിയാമോ? എലിയാസർ റിബേക്കയെ ഒട്ടകപ്പുറത്ത് കയറ്റി ഇസ്ഹാക്കിന് ഭാര്യയായിട്ട് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇസ്ഹാക്ക് വെളിപ്രദേശത്ത് ധ്യാനിക്കാൻ പോയിരിക്കുക. വെളിപ്രദേശത്ത് ധ്യാനിക്കുന്ന ഇസ്ഹാക്ക് തലമുക്കി നോക്കിയപ്പോൾ ഇതാ റിബേക്ക കടന്നു വരുന്നു. റിബേക്ക ഇസ്ഹാക്കിനെ കണ്ടതും മൂടുപടമെടുത്തവൾ മൂടി. അവളെ കൂട്ടിക്കൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് അവൻ കടന്നുപോയി. പ്രിയാരിയ മക്കളെ, നമ്മൾ ഈ റിബേക്ക എലിയാസറാകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ട് മധ്യാകാശത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇസ്ഹാക്ക്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശമാകുന്ന വെളിപ്രദേശത്തേക്ക് ഇറങ്ങി വരും. ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. കർത്താവായ യേശുക്രിസ്തുവും അവന്റെ അനേകായിരം തേജസ് സ്ഫുരിക്കുന്ന ദൂതന്മാരും കാഹളങ്ങൾ പിടിച്ചുകൊണ്ട്, കാഹളങ്ങൾ വീട്ടിക്കൊണ്ട് മധ്യാകാശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആത്മശരീരികളായി പറന്ന് മധ്യാകാശത്തിലേക്ക് ചെന്നിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് യേശുവിനെ കാണുന്ന നിമിഷം നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. അറിയാതെ നമ്മൾ കരഞ്ഞു പോകും, സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. അവൻ തന്റെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണിലെ കണ്ണുനീരുകളെല്ലാം തുടച്ചു കളയും. ദുഃഖവും നെടുവീർപ്പും ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും. നമ്മൾ പറയും, യേശുവിനെ ഒന്ന് കാണാനാണല്ലോ ഈ കഷ്ടമൊക്കെയും നമ്മൾ സഹിച്ചത്, ഈ ത്യാഗമൊക്കെയും സഹിച്ചത്, ഈ മുഖമൊന്ന് കാണാനാണല്ലോ. ഒരിക്കൽ ഭക്തരായ ഡിയൽ മൂടിയോട് ഒരാൾ ചോദിച്ചു, അനന്ത നിത്യതയിലേക്ക് നിങ്ങൾ കടന്നുപോയിട്ട് അന്തമില്ലാത്ത നിത്യതയിൽ ആയുഷ്കാലം എങ്ങനെ നിങ്ങൾ ചെലവിടുമെന്നാ പറയുന്നുണ്ട്. ഡിയൽ മൂടി പറഞ്ഞു, നിത്യതയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ 1000 സംവത്സരം എന്റെ യേശുവിന്റെ മുഖത്ത് മാത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. 1000 വർഷം ഞാൻ അവന്റെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടിരിക്കും. ഒരു ഭക്തന്റെ പ്രത്യാശയുടെ ആഴം നോക്കിക്കേ. കർത്താവിനെ കാണണമോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിൽ എന്തുകൊണ്ടൊരു വിശുദ്ധ ജീവിതം നമുക്ക് ആവശ്യമാണ്? കർത്താവിനെ കാണുവാൻ വിശുദ്ധ ജീവിതം ആവശ്യമാണ്. രണ്ടാമത്, വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്താണ്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തിയെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രിയ മക്കളെ, ആരെങ്കിലും ആരാധിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആരാധിച്ചാൽ മതി. പക്ഷെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണോ? മനസാക്ഷി വിശുദ്ധമായിരിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവര്. പക്ഷെ നമ്മുടെ ആരാധന ദൈവം ഏറ്റെടുക്കണ്ടേ? റോമാലേഖനം 12-ന്റെ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ ഒരു ഭോഷത്വം കാണിക്കരുത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി തീരണം. എങ്ങനെയാണ് ബുദ്ധിയുള്ള ആരാധനയായി തീരുന്നത്? എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ പോരാ, ബുദ്ധിയുള്ള ആരാധനയായി തീരണം. ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി തീരുവാൻ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ വാക്യത്തിന്റെ ആഴം നിങ്ങളൊന്ന് ചിന്തിച്ച്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ആരാധിക്കണമെന്ന് വെച്ചാൽ അതിന്റെ ആഴം നിങ്ങൾ ചിന്തിക്കണം. കണ്ണുപൊട്ടിയതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല. കാലിൽ മുടന്തുള്ളതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവത്തിന് വഴിപാടായിട്ട് അർപ്പിക്കുന്നെങ്കിൽ ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അർപ്പിക്കണം. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുമ്പോൾ
ഈ ശരീരം ഊനമില്ലാത്തൊരു യാഗവസ്തുവായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണുപൊട്ടിയതിനെയോ കാലിൽ മുടന്തുള്ളതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല ദൈവമക്കളെ. ആകയാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ശരീരം ദൈവം പ്രസാദിക്കത്തക്കവണ്ണത്തിൽ ഊനമില്ലാത്തൊരു യാഗവസ്തുവായിരിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗവസ്തുവായിട്ട് ഈ ശരീരത്തെ ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുവിൻ. അങ്ങനെ ആരാധിച്ചാൽ ദൈവം തമ്പുരാൻ നിങ്ങളുടെ ആരാധന ഏറ്റെടുക്കും. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവിതം ചെയ്യണം, വിശുദ്ധരായിരിക്കണം? നമ്മുടെ ആരാധന ദൈവം ഏറ്റെടുക്കണമെങ്കിൽ ഈ ശരീരം ദൈവത്തിന് പ്രസാദമുള്ളൊരു വഴിപാടായി യാഗവസ്തുവായി അവിടെ അർപ്പിച്ച് നമ്മൾ ആരാധിക്കണം. നമ്മുടെ മനസാക്ഷി ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം തമ്പുരാൻ നമ്മുടെ ആരാധന അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 24:15 വിശുദ്ധ പൗലോസ് പറയുന്നത്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന പോലെ ഞാനും വിശ്വസിച്ച് ആശമിച്ചിരിക്കുകയാൽ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും എല്ലായ്പ്പോഴും കുറ്റമില്ലാത്തൊരു മനസാക്ഷി ഉണ്ടാക്കുവാൻ എപ്പോഴും ഞാൻ ശ്രമിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഒരു നല്ല മനസാക്ഷി, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി. നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തോട് കുറ്റമില്ലാത്തൊരു മനസാക്ഷി കിട്ടി. അതാ റോമർ 5:1 വായിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. രാത്രി എത്ര ദൈവമക്കൾ ദൈവത്തോട് സമാധാനമായിരിക്കണം? ഇത് വല്ലതും പ്രാർത്ഥിച്ചിടുന്ന പ്രാർത്ഥന കേൾക്കാത്ത ദൈവം എത്രയോ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണമെന്ന്. വല്ലതും നടക്കുന്നുണ്ടോ? എന്താ നടക്കാത്തത്? തിരുവെടുത്ത് പറയുന്നു, രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാതിരിക്കാൻ തക്കവണ്ണം എന്റെ ചെവി അടഞ്ഞു പോയിട്ടുമില്ല. പക്ഷെ പറ്റത്തില്ല. എന്താ കാരണം? നമ്മൾ തമ്മിൽ സമാധാനമായിരിക്കുന്നില്ല. നിന്റെ അകൃത്യങ്ങൾ അത്ര എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിന്റെ പാപങ്ങൾ അത്ര എന്നെയും നിന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്. പക്ഷേ വിശുദ്ധ പൗലോസ് പറഞ്ഞ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എനിക്ക് എന്റെ ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ദൈവത്തോട് സമാധാനമായിരിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ അരികിൽ ഏത് സമയത്തും ചെല്ലാം. ഞാൻ ദൈവത്തോട് സമാധാനമായിരിക്കുന്നെങ്കിൽ ഞാൻ എന്റെ ദൈവത്തോട് എന്തു പറഞ്ഞാൽ എന്റെ കർത്താവ് കേൾക്കും. പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് നിരപ്പായിരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ആകയാൽ ദൈവത്തെ ആരാധിക്കണമോ, മനസാക്ഷി ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും വിശുദ്ധമായിരിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിച്ചാൽ പോരതീയ മക്കളെ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 74-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സെഖര്യാവ് പ്രവചിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് സെഖര്യാവ് പ്രവചിച്ചു പറയുന്നത്? പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നാം ഭയം കൂടാതെ നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വാക്യം വായിച്ചട്ടെ. ലൂക്കോസ് 1:74 വാക്യം വായിച്ചട്ടെ. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ. പ്രിയരേ മക്കളെ, ഭയം കൂടാതെ ആരാധിക്കണമോ? ദൈവത്തെ ഭയം കൂടാതെ ആരാധിക്കണമെങ്കിൽ നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവം തമ്പുരാൻ ഏറ്റെടുക്കത്തില്ല. ബുദ്ധികെട്ട ആരാധന നമ്മൾ കഴിക്കുന്നവരായി തീരരുത്. അതുകൊണ്ടാണ് 96-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമോ, വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ദൈവത്തെ കാണണമോ, വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. വിശുദ്ധീകരണത്തിന്റെ 3-ാമത്തെ വിഷയവും കൂടെ ആവശ്യകതയും കൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടണമെന്നുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. യേശുവിന്റെ മടങ്ങി വരവിൽ രൂപാന്തരം പ്രാപിക്കണമോ, ഉൽപ്രാവണം പ്രാപിക്കണമോ, കർത്താവിന്റെ വരവിൽ പോകണമോ, വിശുദ്ധീകരിക്കപ്പെട്ടവർക്കേ സാധിക്കത്തുള്ളൂ. 1 തെസ്സലോനി 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വായിച്ചാട്ടെ. 1 തെസ്സലോനി 3:13 വാക്യം. നിങ്ങളുടെ ദൈവവും പിതാവുമായ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അന്യന്യരായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ വാക്കിയില്ലേ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സകല ദൂതന്മാരുമായി വരുന്ന വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും
പിതാവുമായവന്റെ മുമ്പാകെ ആ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം. പ്രിയാടിയ മക്കളെ, കർത്താവ് തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന അവന്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധീകരണത്തിൽ അന്യരായി വെളിപ്പെട്ടു വരുവാനിടയെ തീരണം. കർത്താവിന്റെ വരവിൽ പോകണോ? വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് 1 തെസ്സലോനിക്കർ 5:23 വായിക്കുന്നു. സമാധാനത്തിന്റെ ദൈവവും മുഴുവനുമായി നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടണമോ? നമ്മുടെ ദേഹാത്മദേഹികളെ വിശുദ്ധീകരണത്തിൽ സൂക്ഷിക്കുന്നവരായി തീരാം. അതുകൊണ്ടാണ് പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയുമുണ്ട് നമ്മൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണമെന്ന് വായിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കർത്താവിന്റെ വരവിൽ പോകുവാൻ സാധിക്കത്തില്ല. കർത്താവിനെ കാണുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ആരാധന സ്വർഗം പ്രസാദിക്കത്തില്ല. നമ്മുടെ ആരാധന സ്വർഗം പ്രസാദിക്കണമെങ്കിൽ, ദൈവത്തെ കാണുവാൻ കഴിയണമെങ്കിൽ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. കേദേശിലായിരിക്കണം ജീവിക്കുന്നത്. നമ്മുടെ സങ്കേതം കേദേശായിരിക്കണം. അവസാനമായി ഒരൊറ്റ ഭാഗം കൂടെ ഓടിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. എങ്ങനെ നമുക്ക് ഈ വിശുദ്ധീകരണം പ്രാപിക്കാം? 2 വിഷയങ്ങൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട്. 1, ഈ വിശുദ്ധീകരണം എങ്ങനെ പ്രാപിക്കാം. 2, എങ്ങനെ ഈ വിശുദ്ധീകരണത്തിൽ നമുക്ക് നിലനിൽക്കാം. ഈ 2 വിഷയങ്ങളും ചിന്തിക്കുവാനുണ്ട്. സമയം ഒരു 10 മിനിറ്റിനകത്ത് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. എങ്ങനെ നമുക്ക് ആ വിശുദ്ധീകരണം പ്രാപിക്കാം? ഈ വിശുദ്ധീകരണം പ്രാപിക്കുന്ന 3 മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്ന്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. 2, ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. 3, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. തിരുവചനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സാക്ഷ്യം പറയുന്നവർ 3 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5:8 വാക്യം വായിച്ചാട്ടെ. സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. പ്രിയ മക്കളെ, സാക്ഷ്യം പറയുന്നവർ 3 സാക്ഷ്യം എന്ന് വെച്ചാല് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഈ ലോകത്തിലും സാക്ഷ്യം വേണം, അല്ലെ? ഈ ലോകത്തിലെ സാക്ഷ്യത്തിന് 5 വശങ്ങളുണ്ട്. ലോകത്തിൽ ഒരു സാക്ഷി ജീവിതം എന്ന് വെച്ചാൽ അതിന് 5 വശങ്ങളുണ്ട്. 1, സ്വന്തം മനസാക്ഷിയുടെ സാക്ഷ്യം. 2, ദൈവത്തിന്റെ സാക്ഷ്യം. 3, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിന്റെ സാക്ഷ്യം. 4, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ സാക്ഷ്യം. 5, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിന്റെ സാക്ഷ്യം. ഈ 5 സാക്ഷ്യങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ സാക്ഷി ജീവിതം ചെയ്യുന്നത്. സ്വന്തം മനസാക്ഷിയുടെ സാക്ഷ്യം, ദൈവത്തിന്റെ സാക്ഷ്യം, ഉൾപ്പെട്ടു നിൽക്കുന്ന ജീവിക്കുന്ന കുടുംബത്തിന്റെ സാക്ഷ്യം, ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ സാക്ഷ്യം, 5 സമൂഹത്തിന്റെ സാക്ഷ്യം. ഈ 5 സാക്ഷ്യങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് വേണം. സ്വർഗത്തിൽ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നവർ 3 3രുടെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആരൊക്കെയാണ് പറയുന്നത്? ആത്മാവ്, ജലം, രക്തം. ആത്മാവ് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയണം. എന്താ പറയുന്നത്? ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ജലം എന്നോട് പറയുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന ജലം, വചനമാകുന്ന കഴുകുന്ന ജലം പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. രക്തം, കുഞ്ഞാടിന്റെ രക്തം പറയുന്നു, ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം, ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആകയാൽ സ്വർഗത്തിൽ നമുക്ക് 3 സാക്ഷ്യങ്ങൾ ആവശ്യമാണ്. രക്തത്തിന്റെ സാക്ഷ്യം, വചനത്തിന്റെ സാക്ഷ്യം, ആത്മാവിന്റെ സാക്ഷ്യം. ഈ സാക്ഷ്യം നമുക്ക് സ്വർഗത്തിൽ പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണം, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം. ഒന്നാമത്, രക്തത്താൽ ഉള്ള വിശുദ്ധീകരണത്തെ കുറിച്ച് പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണ യാഗത്തിൽ ചൊരിയപ്പെടുന്ന രക്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് അവിടെ പറയുകയാണ്. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 9:22 വാക്യം വായിച്ചാട്ടെ. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ന്യായപ്രമാണ പ്രകാരം
ഏകദേശം സകലവും രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൽ ചൊരിയുന്ന ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യനെ സമ്പൂർണമായി വിശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശമുള്ള വിശുദ്ധീകരണമേ ന്യായപ്രമാണത്തിലെ രക്തത്താൽ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ന്യായപ്രമാണ രക്തങ്ങൾ ഏകദേശം സകലവും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിർദോഷ രക്തത്തിന്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തത്തിന്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ രക്തത്തിന്, അവന്റെ പുത്രന് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിന്റെ മോചനത്തിന് എന്താണ് മാർഗം? മനുഷ്യനൊന്ന് പല വഴികളും തേടുന്നു. പാപം മോചിക്കുവാൻ വേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, തീർത്ഥാടന യാത്രകൾ നടത്തുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സഹോദരാ സഹോദരി, ആരെങ്കിലും ഈ ഒരവസ്ഥയിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ അബദ്ധം പറ്റിപ്പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിന്നോട് പറയട്ടെ, മാനവജാതിയുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂപരപ്പിന്റെ മുകളിൽ ചൊരിയപ്പെട്ട ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തമാണ്. ആ രക്തത്തിന് മനുഷ്യന്റെ സകല പാപത്തിന്റെ കറകളെയും കഴുകിക്കളയുവാൻ ശക്തിയുണ്ട്. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം. അതാ പാട്, ഏറ്റുപറയണം. ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ആദാമിനെ വിളിച്ച് തമ്പുരാൻ ചോദിച്ചു, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അവനത് ഏറ്റ് പറയണമായിരുന്നു. ദൈവത്തോട്, കർത്താവേ, ഞാൻ തിന്നുപോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഹവ്വയെ വിളിച്ച്, ഹവ്വേ, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയണമായിരുന്നു, അതേ, ഞാൻ തിന്നുപോയി, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഒരുപക്ഷേ ആ ഏറ്റുപറച്ചിൽ അന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരത്തില്ലായിരുന്നു. മാനവജാതിയുടെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റപ്പെട്ടേനെ. ആദാമിന്റെ ഹവ്വയുടെയും ദൈവ തേജസ്സിനാൽ അണിയപ്പെട്ട സന്തതികൾ ഒരുപക്ഷെ ഭൂതലത്തിൽ കാണപ്പെട്ടേനെ. പക്ഷെ ഏറ്റുപറയാൻ മനസ്സില്ലാതെ പോയി. ഇന്ന് മനുഷ്യന്റെ പ്രശ്നമില്ല, തല്ലിക്കൊന്നാല് ഏക്കത്തില്ല, ഏറ്റുപറയത്തില്ല. നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം. കർത്താവേ, ഞാൻ ചെയ്തതാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റ് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ ഏത് പാപത്തിന്റെ കറകളെയും കഴുകിക്കളയും. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശം ചുമന്നുകൊണ്ട് യെരുശലേം നഗരത്തിന്റെ വാതിൽ വിട്ട് അവൻ നഗരവാതിലിന് പുറത്തേക്ക് കടന്നുപോയിട്ട് അവിടെ വെച്ച് ആ രക്തം, പുണ്യാഹ രക്തം ചൊരിയപ്പെട്ടത് കൊണ്ട് ആ രക്തത്താൽ നമുക്കും വിശുദ്ധീകരണം പ്രാപിച്ചു. അവൻ സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചു. പ്രിയ മക്കളെ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും, നമുക്ക് സാധിക്കും. ആ രക്തത്താലുള്ള വിശുദ്ധീകരണം നമുക്ക് പ്രാപിക്കാം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നവർക്ക് മാത്രമേ നിത്യതയിലെ പരദീസയിൽ ജീവന്റെ വൃക്ഷത്തിൽ അധികാരം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. യേശുവിന്റെ രക്തത്താൽ ജീവിത വസ്ത്രം കഴുകി വെളുപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ ഒരിക്കൽ പോലും അധികാരം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വെളിപ്പാട് പുസ്തകം ഉപസംഹരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും, അടുത്തത് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവിത വസ്ത്രത്തെ അലക്കുന്നവരായി തീരുവേൻ. എങ്ങനെയാണ് ജീവിത വസ്ത്രത്തെ അലക്കേണ്ടത്? ഏത് ഡിറ്റർജന്റ് കൊണ്ട് ജീവിത വസ്ത്രത്തെ അലക്കാം? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവിടെ അങ്കി അലക്കി
വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയാടിയ മക്കളെ, ജീവിത വസ്ത്രത്തെ യേശുവിന്റെ രക്തത്തിൽ കഴുകുന്നവരായി തീരാം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അശ്രദ്ധ കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ കുറവ് കൊണ്ടോ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ കറകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, കർത്താവിന്റെ രക്തം കൊണ്ട് എന്റെ ജീവിത വസ്ത്രത്തെ അലക്കണമേ. കർത്താവ് ക്രിസ്തുവിന്റെ സഭയ്ക്ക് 6 വിധമായ വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. 1, അവൻ രക്ഷാവസ്ത്രം നമുക്ക് തന്നു. 2, നീതി എന്ന അങ്കി അവൻ നമുക്ക് തന്നു. 3, സ്തുതി എന്ന മേലാട അവൻ നമുക്ക് തന്നു. 4, പൊൻകസ് കൊണ്ടുള്ള വസ്ത്രം നമുക്ക് തന്നു. 5, ചിത്രത്തയുള്ള വസ്ത്രം നമ്മളെ അവൻ ധരിപ്പിച്ചു. 6, വെള്ള ഉടുപ്പ് അവൻ നമ്മെ അണിയിച്ചു. ഇനി 7ാമതൊരു വസ്ത്രം നമുക്ക് കിട്ടും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ കല്യാണ വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം അവൻ നമ്മെ ധരിപ്പിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലിനും രക്ഷാവസ്ത്രം ഉണ്ടായിരിക്കണം. സ്നാനമെടുത്തപ്പോൾ നമുക്ക് നീതിയുടെ അങ്കി ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ സ്തുതി എന്ന മേലട ലഭിച്ചു. വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ, വിശ്വാസത്തിൽ നിലനിന്നപ്പോൾ പൊൻകസ് കൊണ്ടുള്ള വസ്ത്രം ലഭിച്ചു. വിശ്വാസത്തിന് വേണ്ടി കഷ്ടങ്ങളും പരിശോധനകളും ചെയ്തപ്പോൾ സഹിച്ചപ്പോൾ ചിത്രത്തയിലുള്ള വസ്ത്രം നമുക്ക് ലഭിച്ചു. നമ്മളൊരു ജയകരമായി ക്രിസ്ത്യ ജീവിതം ചെയ്തപ്പോൾ നമുക്ക് വെള്ള ഉടുപ്പ് ലഭിച്ചു. പ്രിയാടിയ വൈദ്യരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ അനുഭവങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവനായിരുന്നു, സ്നാനമെടുത്തവനായിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനായിരുന്നു, വിശ്വാസത്തിൽ നിലനിന്നവനായിരുന്നു, കഷ്ടം സഹിച്ചവനായിരുന്നു, ജയജീവിതം ചെയ്തവനായിരുന്നു. ഇന്ന് നിന്റെ ജീവിത വസ്ത്രത്തിന്റെ അവസ്ഥ എന്ത്? ഞാൻ കൊട്ടാരക്കര സെന്ററിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അമ്പലക്കര സഭയിൽ ഒരു മുതിർന്ന വിശ്വാസി, നല്ല ആത്മീകനായൊരു വിശ്വാസി, ആരാധനയ്ക്ക് വന്നാൽ മേശയുടെ ആ കാലിന്റെ അടുത്തായിരിക്കുന്നത്. 19 വയസ്സുണ്ട്. ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. നന്നായിട്ട് ആത്മാവിൽ നിറയും, കണ്ണുനീരോടെ ആത്മാവിൽ നിറയും, ആത്മാവിൽ നിന്ന് സാക്ഷ്യം പറയും. ഏത് കാര്യത്തിനും ഉത്സാഹിയായിരുന്നു. തന്റെ അഭിഷേകം കണ്ടാൽ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകുമായിരുന്നു. പക്ഷെ തന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ തന്നെ അലട്ടുവാൻ തുടങ്ങി. ചില കാലങ്ങൾക്ക് ശേഷം സംഭവിച്ചത്, താൻ ആരാധനയ്ക്ക് വന്നാൽ ഈ സ്ഥലത്ത് തന്നെ വന്നിരിക്കും, പക്ഷെ അവിടെ വന്നിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. ഉറങ്ങി തൂങ്ങി 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 താഴേക്ക് വരും. അഭിഷേകം നഷ്ടപ്പെട്ടു, ആത്മറിവ് നഷ്ടപ്പെട്ടു, സാക്ഷ്യം നഷ്ടപ്പെട്ടു. അവിടെ ഇരുന്ന് ഉറങ്ങുവാൻ തുടങ്ങി. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാര്യം ഞാൻ വേലയ്ക്ക് വന്ന ആരംഭ കാലഘട്ടങ്ങളാണ്. 19 വയസ്സുള്ളൊരു പ്രായമുള്ള അപ്പച്ചനെ ഉപദേശിക്കുവാനൊക്കെ ഉള്ള പക്വത എനിക്ക് അന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ, തനിക്കൊരു മടങ്ങി വരവ് കൊടുക്കണമേ, തന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ സഭായത്തിന് മുമ്പ് താൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മൈക്ക് ഒന്ന് തരണേ, സാക്ഷി പറയാൻ. ഞാൻ പറഞ്ഞു, തരാമല്ലോ. കരഞ്ഞും കൊണ്ടുപോയി ആ പായ്ക്കകത്തിരുന്നു. പ്രിയാടിയ മക്കളെ, ആരാധനയുടെ സമയമായപ്പോൾ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അതിനുശേഷം സാക്ഷിയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്നു. മൈക്കിലൂടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞു. താൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നു, പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ നോക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ യേശു ക്രിസ്തു തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് തേജസ്സുള്ളവനായി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ധരിപ്പിച്ച നിന്റെ വസ്ത്രങ്ങൾ എവിടെയെന്ന്. ഞാൻ എന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വസ്ത്രവും എന്റെ ശരീരത്തിലില്ല. എന്റെ വസ്ത്രങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. നഗ്നനായി ഞാൻ നിൽക്കുകയാണ്. ദൈവത്തിന്റെ തേജസ്സിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാണ്. ഞാൻ എവിടെ പോയി ഓടി ഒളിക്കുമെന്ന് ഭയപ്പെട്ട് പരിഭ്രമിച്ച് ഞാൻ ഞെട്ടി ഉണർന്നു. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, എന്റെ വസ്ത്രങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ ജീവിത വസ്ത്രം മടക്കി തരുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ സാക്ഷി ഒരിക്കലും ഞാൻ മറന്നു പോകത്തില്ല. നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം, വിടുങ്കാലുകളെ മടക്കാം. ഇന്ന് രാത്രി വേദപാഠ ക്ലാസ്സിൽ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ വെറുതെ നിങ്ങൾ മടങ്ങിപ്പോകരുത്. നസ്രായന്റെ രക്തം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. എത്ര പേർ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു? വാസ്തവമായിട്ട് യേശുവിനെ ആരാധിക്കുവാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? എത്ര പേർ കർത്താവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നു? സ്വർഗത്തിൽ യേശുവിന്റെ രക്തം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? യേശുവിന്റെ ജീവനുള്ള രക്തം, നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം, നിന്റെ ഒരു കുറവുകളും ഓർത്ത് നിന്നെ കുറ്റപ്പെടുത്താതെ നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം, പിതാവേ ഇവനോട് ക്ഷമിക്കണമേ എന്ന് വിളിക്കുന്ന പുണ്യാഹ രക്തം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? കർത്താവ്
കർത്താവേ, ആ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രി വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ സന്നിധി വിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. നിന്റെ ജീവിത വസ്ത്രത്തിന്റെ അവസ്ഥ എന്തെന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പരിശോധിച്ചാട്ടെ. എല്ലാ ദൈവമക്കൾ ആഴമേറിയ ശുദ്ധീകരണത്തോടെ മടങ്ങിപ്പോകണം. ഒരു വേദപാഠ ക്ലാസ്സിൽ സംബന്ധിച്ച് മടങ്ങിപ്പോയി എന്നുള്ളതല്ല. ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കട്ടെ. അവനെ കാണുവാൻ നിന്നെ യോഗ്യനാക്കി തീർക്കട്ടെ. നിന്റെ ആരാധന സ്വർഗം ഏറ്റെടുക്കട്ടെ. ദൈവത്തോട് നീ നിരപ്പായി തീരുവാൻ ഇടയായി തീരട്ടെ. അവന്റെ രക്തം നിന്റെ അടുക്കൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ രക്തം നിന്നെ ശുദ്ധീകരിക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി മനസ്സ് തുറന്ന് വിളിച്ചു പറ, യേശുവേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തച്ചാങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ മകത്തോ രക്ഷകാ സ്തുതി ചിത്തിൽ തന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കൂ അങ്ങ് ഞാനായ സീനാളെല്ലാം സ്തുതിക്കൂ എൻ